സാധാരണ റിവ്യൂസ് കാണലുണ്ടോ? ഇറങ്ങിയ റിവ്യൂസുകൾ കണ്ടോ? ഉറപ്പായിട്ടും കാണും. നമ്മൾ അഫക്റ്റഡ് ആവും. ഹൂ ആർ യു? ഐ ആം ആൻ ആർട്ടിസ്റ്റ്. മനുഷ്യരുടെ കഥ പറയാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം. തിരുവനന്തപുരത്ത് നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഡോക്ടർ കുടുംബമായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് വളരെ അൺകൺവെൻഷനലി ഇന്ന് വേറെ എവിടെയോ എത്തി നിൽക്കുന്നുണ്ട്. ഞാനും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പഠിക്കാനായിട്ട് ഇരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ചാടി വന്നു. സിനിമോഗ്രാഫി പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനായിട്ട് ശ്രമിക്കുന്നത്. സിനിമോഗ്രാഫി ഓപ്റ്റ് ചെയ്ത ഒരാൾക്ക് എഡിറ്റിംഗ് ആൻഡ് അഡ്മിഷൻ തന്നത്. ഞാൻ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന സമയത്ത് ആകെ ഒരു 15-16 എഡിറ്റേഴ്സേ ഉള്ളൂ. അങ്ങനെ പുതിയൊരാൾക്ക് ആളെ ഒന്നും ഏൽപ്പിക്കുന്ന ജോലിയൊന്നും അന്നില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. സിനിമക്ക് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര പവർ കിട്ടിയത്? സിനിമ ഒരു ഐഡിയയിൽ നിന്നായിരിക്കും തുടങ്ങിയത്. അപ്പൊ അതിന്റെ തുടക്കം എങ്ങനെയാണ്? എങ്ങനെ എഴുതണം, എങ്ങനെ ഫിക്ഷണലൈസ് ചെയ്യും, ROI-നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അൾട്ടിമേറ്റ്ലി ക്രിയേറ്റർ എന്നുള്ള ലെവലിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? സിനിമ ഒരു ലാർജർ പീപ്പിളിന് അക്സെപ്റ്റബിൾ ആകുമ്പോഴാണ് വളരെ വലിയൊരു പീക്കിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്ത് എന്നുള്ളത്, സിനിമയിൽ യു ആർ ഓൾവേസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം. ഐ എം നോട്ട് മേക്കിംഗ് എ ഡോക്യുമെന്ററി ഹിയർ. ഞാനൊരു ഫീച്ചർ ഫിലിം ഉണ്ടാക്കുക. അപ്പം എനിക്ക് ബ്രേവ് ആവാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. അത്രയും ബ്രേവ് ആയാൽ മതി. ഞാൻ ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചെടുക്കുക. അതും കൂടെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. മലയാളികൾ എല്ലാവരും തന്നെ വളരെയധികം എക്സ്പെക്ടേഷനോട് കാത്തിരുന്ന സിനിമയാണ് പേട്രിയോട്ട്. അത് ഫൈനലി ഇറങ്ങി. നിങ്ങളിൽ കൂടുതൽ പേരും സിനിമ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതേ പേട്രിയോട്ടിന്റെ റൈറ്ററും ഡയറക്ടറുമായ മഹേഷ് നാരായണനാണ് ഇന്ന് അതിശക്തം പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളത്. യെസ്, അതിശക്തം പോഡ്കാസ്റ്റ് ആണ്. സോ ഞങ്ങൾ സിനിമ നന്നായോ മോശമായോ എന്നോ അതിലെ ഗോസിപ്പുകളോ തമാശകളോ ഒന്നുമല്ല സംസാരിച്ചത്. മഹേഷ് നാരായണൻ എന്ന ജീനിയസ് ഫിലിം മേക്കറിന്റെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും അതിലൂടെ ഫിലിം മേക്കിങ്ങിനെ പറ്റിയും അതിലുള്ള കുറച്ച് ബിസിനസ് ആംഗിൾസും ഓൾസോ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ സക്സസ് സ്റ്റോറിയും അതിലെ ലെസൺസുമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറയാം. ടേക്ക് ഓഫ്, സീ യു സൂൺ, മാലിക്, അറിയിപ്പ് എന്ന മൂവീസ് റൈറ്റും ഡയറക്റ്റും ചെയ്ത ഒരു അവാർഡ് വിന്നിംഗ് വ്യക്തിയാണ് മഹേഷ് നാരായണൻ. മോർ ഇമ്പോർട്ടന്റ്ലി ഡയറക്ഷനിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരു ആക്റ്റീവ് എഡിറ്റർ കൂടിയായിരുന്നു. ട്രാഫിക്, എന്ന് നിന്റെ മൊയ്തീൻ, ബ്യൂട്ടിഫുൾ, കമൽഹാസന്റെ വിശ്വരൂപം, ഇതൊക്കെ അടക്കം 60ഓളം സിനിമകൾ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. അതുകൊണ്ട് ഒരു ഫുൾ സ്റ്റാക്ക് ഫിലിം മേക്കർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുക. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, എന്നാൽ ജീവിതത്തിൽ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കോൺവെർസേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട്, ഈ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡിറ്റോ ആണ്. ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കണമെങ്കിൽ ഇന്നുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഡിറ്റോ തന്നെയാണ്. മലയാളം സപ്പോർട്ട് ഉണ്ട്, സ്പാം ചെയ്യില്ല, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ കൂടെ ഉണ്ടാകും. വിശ്വസിച്ച് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. മുഴുവനായും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്സിൽ പറയുക. അപ്പോൾ വെൽക്കം ടു അതിശക്തം പോഡ്കാസ്റ്റ് വിത്ത് ഫുൾ സ്റ്റാക്ക് ഫിൽം മേക്കർ മഹേഷ് നാരായണൻ. അല്ല, അപ്പോൾ സിനിമ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ആർട്ട് ഫോം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ആർട്ട് ഫോം ആണോ, ആർട്ട് ഫോം ആണെന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ് ശരിക്കും അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതായത് സിനിമയെ മേ ബി നമുക്ക് ഒരു ആർട്ട് ഫോം ഓഫ് എൻ എന്റർടൈൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ താങ്കളുടെ പല സിനിമകളിലും കാണുന്നത് പോലെ ഒരു പൊളിറ്റിക്സോ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ നാടിന് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു വിഷയം മുന്നിലേക്ക് വെക്കുന്ന ഒരു കൾച്ചറൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ സിനിമയെ ബിസിനസ് എന്ന് വിളിക്കാം. ലോകത്തെ ഏറ്റവും വലിയ പൈസ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല ലെൻസുകൾ വെക്കുമ്പോൾ ശരിക്കും എന്താണ് സിനിമ? അല്ല, എല്ലാം കൂടെ ചേർന്നാണ് സിനിമ. ഞാൻ പറയുന്നത് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു കംപ്ലീറ്റ് ആയിട്ടൊരു പൂർണ്ണത സിനിമയ്ക്ക് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. ഡെഫിനറ്റ്ലി സിനിമയ്ക്കകത്ത് കച്ചവടമുണ്ട്. അപ്പം നമുക്ക് മുടക്ക് മുതൽ എന്ന് പറയുന്നൊരു സാധനം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ വെറുതെ കണ്ടിരിക്കുന്നത് മാത്രമല്ല, അതിനകത്തൂടെ എന്തെങ്കിലും ഒരു ടേക്ക് അവേ നമുക്ക് തിരിച്ചിറങ്ങി പോരുമ്പോൾ, തിയേറ്ററിൽ നിന്ന് തിരിച്ചിറങ്ങി പോരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് വീട്ടിലേക്കും കൂടെ കൊണ്ടുവരാൻ കൂടെ പറ്റിക്കഴിഞ്ഞാൽ നല്ലത് എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതാണ് മഹേഷ് നാരായണൻ സിനിമ എന്നാണോ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത്, എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. കാരണം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്തെങ്കിലും തരത്തിൽ നമ്മളെ തൊടണം, സ്പർശിക്കണം, എവിടെയെങ്കിലും നമുക്കൊന്ന് തലോടിയൊക്കെ വിടണം. അതിന് പിന്നെ മാത്രമല്ല, അതൊരു കച്ചവട മീഡിയം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ ആ ഇൻവോൾവ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കണം, അതിനെ മാനിക്കണം, അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, അപ്പോൾ ഞാനും ശരിക്കും ചിന്തിക്കുമ്പോൾ ഞാനും മനസ്സിലാക്കുന്നത് സിനിമയാണ് കൾച്ചറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളികളിലേക്ക്
ഇന്ത്യയിലേക്ക് മാത്രം നോക്കാം, കേരളത്തിന്റെ ഒരു എവല്യൂഷനിലേക്ക് നോക്കിയാൽ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നുള്ളൂ. അപ്പൊ കമ്മ്യൂണിസത്തിന് പോലും കേരളത്തിന് ഇത്ര പവർ ഉണ്ടായി വന്നതിൽ സിനിമക്ക് വലിയൊരു പവർ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സിനിമ പഴയ സന്ദേശം പോലുള്ള സിനിമകളാണെങ്കിലും ഇല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പാട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴും ആൾക്കാർ സ്റ്റേറ്റസിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് ധരിക്കണം, എന്ത് സംസാരിക്കണം, നമ്മുടെ പല സ്ലാങ്ങുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കാത്ത വാക്കുകൾ, അങ്ങനെ പല കാര്യങ്ങളും സിനിമയിൽ നിന്ന് വലിയൊരു ഇമ്പാക്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് കൾച്ചറിനെ രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, സിനിമക്ക് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര പവർ കിട്ടിയത് എന്നുള്ളത്. അതായത് ഇപ്പോൾ മറ്റു പല ആർട്ട് ഫോമുകൾ പോലെ ഒരു ആർട്ട് ഫോമാണ് സിനിമ. എന്നാൽ അതേ സിനിമ പോലെ എന്നാൽ ചെറിയൊരു സ്ക്രീനിലുള്ള ഒരു TV സീരിയലിനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലുള്ള ഒരു പരിപാടിക്കോ ഒന്നും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സിനിമക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത്, ഞാൻ കട്ടൻ ചെയ്യുന്നതല്ല, ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സിനിമ പോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം സിനിമ ഉണ്ടായ കാലത്ത് സിനിമ മാത്രമായിരുന്നു ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻ്റ് ഒരു ശ്രേണിയിൽ. ഇപ്പോൾ ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് സിനിമയെ കാണുന്നത്, പലപ്പോഴും പല രീതിയിലും കാണുന്നത്. കാരണം ആദ്യമായിട്ട് മൂവി ക്യാമറ ഉണ്ടാവുന്നത് തന്നെ, ഈ റിഫ്ലെക്സ് ക്യാമറാസ് ഉണ്ടാവുന്നത് തന്നെ ആക്ച്വലി യുദ്ധം ക്യാപ്ചർ ചെയ്യാനാണ്, വാർ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ റിഫ്ലെക്സ് ക്യാമറകൾ ഉണ്ടാകുന്നത്. പിന്നീടാണ് ഈ റിഫ്ലെക്സ് ക്യാമറകൾ സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പൊക്കെ സിനിമകളിലെ ക്യാമറകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റുഡിയോയ്ക്കകത്തുള്ള വലിയ ക്യാമറകളായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് മേഖലകൾ നമുക്കില്ല. അപ്പോൾ പിന്നെ നാടകം, സ്റ്റേജ് കാണാം. ആ സ്റ്റേജിൽ തന്നെ പലതരത്തിലുള്ള സ്റ്റേജാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെസ്റ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള തിയേറ്റേഴ്സ്, അങ്ങനത്തെ രീതിയിലുള്ള ഇപ്പോൾ ബ്രോഡ്വേ ഷോസൊക്കെ പോലത്തെ സാധനങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ അത് ഇന്നും പോപ്പുലറാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഷോർട്ടായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇനി അങ്ങോട്ട് മാറും. ഈ പറഞ്ഞ പോലെ വെർട്ടിക്കൽ സിനിമകൾ വന്നു തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ AI ബേസ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളും കണ്ടൻറ്റുകളും കൂടുതൽ കൺസ്യൂം ചെയ്ത് തുടങ്ങും. കൺസംഷൻ്റെ ഫോമാറ്റ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ഇമോഷനും വികാരവും ഒക്കെ ഒരേ തലത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഈ പറഞ്ഞ പോലെ ഉത്തേജിപ്പിക്കാനും അല്ലെങ്കിൽ ആനന്ദിപ്പിക്കാനും എന്ത് തരത്തിലുള്ള ഒരു ഹൈ ഏത് തരത്തിൽ, അതൊക്കെ അതിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കൺവീനിയൻസും അതുപോലെ ഈസ് ഓഫ് കൺസംഷനും ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആക്കാൻ സിനിമയെ വിട്ടത്. അതൊരു പുസ്തകം വായിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്, നാടകം കാണണമെങ്കിൽ പോകണം, അവിടെ ഇരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം. ഇതാകുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് തിയേറ്ററിൽ പോകേണ്ട ആവശ്യമുണ്ട്. മേ ബി അപ്പോൾ ഒരു ഈസ് ഓഫ് കൺസംഷൻ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള എൻ്റെ ഫോം ഫാക്ടർ ആയിരിക്കുമോ? അപ്പോൾ മേ ബി കാരണം ആ ഫോം ഫാക്ടർ ആണല്ലോ ഇപ്പോൾ ബെറ്റർ ആയിട്ട് വെർട്ടിക്കൽ സ്ക്രീനിലൂടെ ഈസ് ഓഫ് കൺസംഷൻ. സിനിമ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു കാര്യഗൗരവമുള്ള സിനിമ കാണാനായിട്ട് ഒരു പ്രാപ്തരായിട്ട് വരുന്ന മനുഷ്യർക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, അവർക്ക് അതിനൊന്ന് പ്രിപ്പയർഡ് ആക്കണം. മറ്റേതിപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള സിനിമ കാണാനായിട്ട് വരുന്നവർക്ക് ഓൾറെഡി അറിയാം, വി ആർ ഗോയിങ് ടു വാച്ച് എ വെരി ലൈറ്റർ ഫിലിം. അപ്പോൾ ആ ലൈറ്റർ ഫിലിമിന് പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന സമയത്ത് അവർ ആ ലൈറ്റർ ഫിലിമിനെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും ഇതുമൊക്കെ എടുത്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിന് എല്ലാ തരത്തിലും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിനിമ എന്നിരിക്കെ ആസ് എ ഫുൾ സ്റ്റാക്ക് ഫിലിം മേക്കർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി തോന്നാറുണ്ടോ? റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന കണ്ടൻറ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എവിടേക്കോ നമുക്ക് ചിലപ്പം പാളിപ്പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമല്ലോ. എപ്പോഴും നമുക്ക് മനസ്സിലാവാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് എ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷനാണല്ലോ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമുക്ക് ഒരു ഫിലിം മേക്കറിനും വ്യൂവറിനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധമാണല്ലോ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഒരു ഫിലിം മേക്കറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംഭവങ്ങൾ ചെയ്യാം. എനിക്ക് തോന്നുന്നു താങ്കൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അങ്ങനത്തെ സിനിമകളാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റു പലരും അങ്ങനെയൊന്നും ചിന്തിക്കാതെ സമൂഹത്തിലേക്കോ കൾച്ചറിലേക്കോ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൾച്ചറലി ഒന്നും കൊടുക്കാത്ത സിനിമകൾ ഉണ്ടാവും തോന്നുന്നില്ല. അവരും എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ കൊടുക്കുന്നതിൻ്റെ തോത് വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് ചിലപ്പം വേറെയാണ്. അതല്ലാതെ നമ്മളിപ്പോൾ ആരെയും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതിന് ദേഷ്യപ്പെടേണ്ട കാര്യം അങ്ങനെയില്ല. കാരണം നമ്മളെന്തോ ചെയ്തിട്ട് നമ്മളെ മാത്രം ഇന്റലക്ച്വൽ ഒരിക്കലും അത് വളരെ തെറ്റായ ധാരണയാണ്. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. കാരണം അതിനകത്തും നമുക്ക് എന്തോ ഒരു ടേക്ക് അവേ ഉണ്ട്. ആ ടേക്ക് അവേ ചിലപ്പം ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് നമ്മളെ കുറച്ച് നേരത്തേക്ക് നമ്മളെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോയി അതിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും. അതാ ഇമ്പാക്ട് എന്നുള്ളതാണ് വാക്ക്. അതിനെ നമ്മൾ അളക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിൻ്റെ ഇമ്പാക്ട് പല തലങ്ങളിലായിരിക്കും. ദാറ്റ്സ് വെരി നൈസ്.
പക്ഷെ ഞാൻ ഇപ്പോഴും വേറൊരു സംഭവം ചിന്തിക്കുകയായിരുന്നു. അതായത് ക്യാമറ ഉണ്ടാക്കിയത് വോർ ക്യാപ്ചർ ചെയ്യാനാണെന്ന് ചിന്തിച്ചപ്പോൾ സിലിക്കൺ വാലി സീരീസ് ഉണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഞാൻ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഏറെക്കുറെ എല്ലാ വിധത്തിലുള്ള ടെക്നോളജി ഉണ്ടായതും എല്ലാ അഡ്വാൻസ്മെന്റ്സ് മോസ്റ്റ് ഓഫ് ദ അഡ്വാൻസ്മെന്റ്സ് നടക്കുന്നതും പോണിന് വേണ്ടിയിട്ടാണ്. അത് പല ആർട്ട് ഫോമിലും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. പല ആർട്ട് ഫോമുകളും ആദ്യം ഭയങ്കര പോൺ അറൗണ്ട് സാധനങ്ങളായിരുന്നു. ഞാനും അപ്പൊ സൂം ചെയ്ത് ചിന്തിച്ചപ്പോൾ ക്യാമറ ഇങ്ങനെയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ക്യാമറയും ഒക്കെ തുടക്ക കാലഘട്ടത്തിൽ വന്നത് അതിനായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഈ റിഫ്ലെക്സ് ക്യാമറാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഫീൽഡിലേക്ക് ക്യാമറാസ് മൂവ് ചെയ്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാൻഡി ആയിട്ടുള്ള ക്യാമറകൾ, നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന വീഡിയോ ക്യാമറാസ് അല്ല, ഫിലിം ക്യാമറാസ് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക പോർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു നടന്ന് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ലെൻസൊക്കെ തന്നെ നമുക്ക് ഒരു ആവശ്യമില്ല. റൈറ്റ് കൂൾ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഒന്ന് പേട്രിയറ്റിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായി ഞെട്ടി 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ വലിയൊരു സ്റ്റാർ കാസ്റ്റും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കാത്തിരുന്ന വലിയൊരു മൊമെന്റ് ആയിരുന്നു. ആ മൊമെന്റ് ഇതാ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഔട്ട് ദേർ, യു ആർ സിറ്റിംഗ് ഹിയർ. ഹൗ ആർ യു ഫീലിംഗ് നൗ? എല്ലാം കഴിഞ്ഞു. ഐ ആം ഫീലിംഗ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ബിക്കോസ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇറ്റ്സ് എ ടാസ്ക്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ പിന്നെ ഇതിനകത്തൊരു മേജർ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പീപ്പിൾ തിങ്ക് ഇറ്റ്സ് എ ലൈക്ക് ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ വന്നിരിക്കുന്ന ഈ 2020 പോലത്തെ സിനിമകളുടെ ഞാൻ പറഞ്ഞ അതെല്ലാം നല്ല എൻ്റർടൈനറാണ്, നല്ല രീതിയിലുള്ള കമേഴ്ഷ്യൽ എൻ്റർടൈനേഴ്സാണ്. ഇത് പക്ഷേ ദേ ആർ ഓൾ കമ്മിങ് ടുഗദർ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ഈ സ്റ്റോറി പറയാനായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം നിന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് വ്യത്യാസമുണ്ട്. മറ്റ് തരത്തിലുള്ള റിയൂണിയൻ പോലെ അല്ല ഇതിൻ്റെ റിയൂണിയൻ എന്നുള്ളത് എനിക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു പേട്രിയറ്റ് എന്നുള്ള സിനിമ ഒരു ഐഡിയയിൽ നിന്നായിരിക്കും തുടങ്ങിയത്. അപ്പോൾ അതിന്റെ തുടക്കം എങ്ങനെയാണ്? വാട്ട് വാസ് ദ ട്രിഗർ? എന്തായിരുന്നു ഇൻസ്പിറേഷൻ? ഇതിനകത്ത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇപ്പോൾ പെരിസ്കോപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു സാധനം അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്. ഇറ്റ്സ് എ ഫിക്ഷണൽ ആയിട്ട് ഞാനൊരു പ്രോഗ്രാമായിട്ട് പറയുവാണെങ്കിലും അതിനൊരു ഒരു റിയൽ പ്രോഗ്രാമുണ്ട് വിച്ച് ഇസ് അവൈലബിൾ എന്നുള്ളത് നമുക്കറിയാം. അത് ഏത് രാജ്യമാണത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, അത് എന്തിനാണത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പക്ഷേ അത് നമുക്ക് തുറന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബിക്കോസ് ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് അല്ല ബിക്കോസ് ഇറ്റ് ഇസ് ലിറ്റിൽ കോൺട്രവേഴ്ഷ്യൽ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള കോൺസിക്വൻസസ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ വാട്ട് ആർ വി ഓൾ ട്രാവലിംഗ് വി ആർ ഓൾ ട്രാവലിംഗ് വിത്ത് എ സ്പൈ വിച്ച് ഇസ് ഓൾവേസ് ഇൻ യുവർ പോക്കറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എത്രത്തോളം എങ്ങനെ നമുക്കൊരു മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് പറയാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ഞാൻ ഈ പടത്തിനകത്ത് ഈ പടത്തിനകത്ത് ഒത്തിരി ഈ പടം ആലോചിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഒരുപാട് ആളുകൾക്ക് ഇതിനകത്തൊരു ചെറിയ അപ്രിയൻഷനുണ്ട്. ബിക്കോസ് ഓക്കെ ഇതിങ്ങനെ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ, എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ? കാരണം പക്ഷേ അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ അത്രത്തോളം എനിക്കൊന്ന് ഷാരൂഖിനൊക്കെ മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ട്. കാരണം ഇന്ത്യയിൽ ഇത്രത്തോളം ഇൻ്റർനെറ്റ് ചീപ്പായിട്ട് കിട്ടുന്നത് അത് വേറെ ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഡാറ്റ യൂസ് ചെയ്യുന്നത് വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഇത്രയും കണ്ടൻറ്റ് നമുക്ക് കൊടുക്കുന്ന സമയത്തും ആ കണ്ടൻറ്റിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണവും ഭയങ്കര കൂടുതലാണ്. നമ്മൾ പെട്ടെന്നാണ് നമ്മൾ ആൾക്കാർ ഒന്ന് അതിലേക്ക് പോകാം, ഒന്ന് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതും അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പാരൻറ്റ് നേച്ചർ എവിടുന്നാണ് വരുന്നതെന്നുള്ളതും ആൻഡ് ഫൈനലി ഇപ്പോൾ ഈ പടത്തിൻ്റെ തന്നെ പ്രോസസ്സിനകത്ത് തന്നെ എനിക്ക് മനസ്സിലായ കാര്യം വൈൽ ദ ഷൂട്ട് വാസ് ഗോയിങ് ഓൺ വാട്ട് എവർ ഐ ബീൻ റൈറ്റിംഗ് ഇൻ ദ ഫിലിം വാസ് ലിറ്ററലി ഹാപ്പനിങ്. ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാമും ഞാനിവിടെ പറയുന്നില്ല, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല ബിക്കോസ് ഐ കാൺ സേ ദാറ്റ്. അപ്പം ആ സമയത്തൊക്കെ എത്തുമ്പോഴേക്കും ഇത് വന്നു കഴിഞ്ഞു, ഫോണുകളിൽ മെസ്സേജ് ആയിട്ട് വന്നു കഴിഞ്ഞു. ആൻഡ് ദെൻ apparently Apple put a strike on that. Apple saying that okay അത് മാൻഡേറ്ററി ആയിട്ട് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഐ തിങ്ക് യു നോ ദാറ്റ്. സോ അത് കഴിഞ്ഞപ്പോഴേക്കും അവരതിനെ ബാക്ക് ഫുട്ട് എടുത്തപ്പോഴേക്കും ദെൻ ഇറ്റ് വാസ് നോട്ട് മാൻഡേറ്ററി. സോ ഫോണുകൾ ബൈ ഡീഫോൾട്ടായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണുള്ളത്? ഓക്കെ ഇറ്റ് ഈസ് സോ വൺ വേ ഓർ ദി അതർ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആൾക്കാർ പലരും ഡിബേറ്റ് ചെയ്തു, പല ജേർണലിസ്റ്റുകളും ഡിബേറ്റ് ചെയ്തു, പല ലോയേഴ്സും ഡിബേറ്റ് ചെയ്തു, പൊളിറ്റീഷ്യൻസ് ഡിബേറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇത് ഇന്ന പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ കോഡിംഗാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, ഞാനിതിൽ പറഞ്ഞ പ്രോഗ്രാമിൻ്റെ കോഡിംഗാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു.
പക്ഷെ ആരും അതിനെ എന്താ പറയുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയില്ല. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി ഇറ്റ്സ് എ സെയിം കോഡിങ് വിച്ച് ഇസ് ബീൻ യൂസ്ഡ്. ആൻഡ് ദെൻ ഫൈനലി ഇപ്പോഴും ഐ തിങ്ക് ഷാരൂഖിൻ്റെ ഫോണിലും ആ മെസ്സേജ് ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ഹവ് ക്ലിക്ക്ഡ് ഇറ്റ് ഓർ നോട്ട്, ബട്ട് ഇറ്റ് ഈസ് ദെയർ. സോ അത് എല്ലാവരുടെയും ഫോണിലുണ്ട്. എല്ലാ മൊബൈൽ നെറ്റ്വർക്ക്സും അത് കൊടുക്കണമെന്നാണ്, അത് പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. അത് ഇപ്പം മമ്മൂക്ക ഇതിനെക്കുറിച്ച് ഈ പടത്തിനെക്കുറിച്ച് പറയുന്നൊരു ലൈനുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ്, ഇത് നടന്ന കഥയല്ല, നടക്കാൻ സാധ്യതയുള്ളതാണ്, എന്നാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വളരെ ഇൻഡെപ്തിലേക്ക് പോയി ഇത്ര റിസർച്ച് ചെയ്ത് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കാണുമല്ലോ റിസർച്ച് ചെയ്ത ഒരു ഫേസിൽ. അപ്പോൾ എങ്ങനെയാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഇതിന് എങ്ങനെ എഴുതണം, എങ്ങനെ ഫിക്ഷണലൈസ് ചെയ്യും? അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. എന്നാൽ അതേസമയം എന്താ പറയുക, ഒരു ലീഗൽ പ്രോസസ്സാണ് മേ ബി അല്ലേ? പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അപ്പോൾ അത് ക്രിയേറ്റിവിറ്റിനെ എഫക്ട് ചെയ്യും. എങ്ങനെയാണ് ശരിക്കും അതിപ്പോൾ ഒരു കഥയാക്കുക? ഞാനതിനെ കാണുന്നത്, ഞാനിതിപ്പോൾ ഇതിനൊരു ഡോക്യുമെൻ്ററി നേച്ചറിലല്ല ഒരു സിനിമ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ഫിക്ഷണൽ നേച്ചറിലാണ് പറയുന്നത്. എന്നാൽ ഫിക്ഷനാണ് എപ്പോഴും ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം, ആ ഇമ്പാക്ട് ഉണ്ടാവണം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അതൊരു കുറച്ചൊരു എന്റർടൈൻമെന്റ് വാല്യൂ എല്ലാം വേണം. അതെ, എല്ലാം ഉണ്ടാവണം. അപ്പം ഞാനിതിനെ കണ്ടത്, ഞാൻ ആ പ്രോട്ടോഗോണിസ്റ്റിനെ, ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയ സമയത്ത് ലൈക്ക് ഐ ഫൗണ്ട് ഔട്ട് ലൈക്ക് വൺ പേഴ്സൺ, ലൈക്ക് ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഇത് ലൈസൻസ് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, ലൈക്ക് പേഴ്സൺ വാസ് ലൈസൻസ്ഡ് ഫോർ ദ കൺട്രി. സോ ഇപ്പം ഞാൻ ആ ലൈസൻസ് ചെയ്ത ആൾക്ക് ഏത് തരത്തിലുള്ള ഡെലിമ ആയിരിക്കും ഉണ്ടാവുന്നത്. വെൻ ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഞാൻ ലൈസൻസ് ചെയ്ത പർപ്പസ് എന്ന് പറയുന്നത് ഫോർ എ സ്പെസിഫിക് റീസണിലാണ് ഞാൻ ഇത് ലൈസൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം പൊക്കോണ്ടിരിക്കുന്നത് വേറെ ഒരു ടാൻജൻറ്റിലേക്ക് ഇത് മൂവ് ചെയ്തു. സോ അതൊരു വല്ലാത്ത പാരനോയിഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ലൈക്ക് ഫിയർ വരും, ഭയങ്കരമായിട്ടുള്ള ഫിയർ വരും. ഇപ്പം ഞാൻ അത് വളരെ ലേമാൻ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഷാരൂഖിൻ്റെ വീട്ടിലെ ഒരാൾക്ക് നിങ്ങളൊരു ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുകയാണ്. ഈ വീട്ടിലെ ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുന്ന ചോക്ലേറ്റിൻ്റെ കണ്ടൻറ്റ് നാളെ ഒരു പ്രൊബ്ലമാറ്റിക്കായിട്ട് വരുന്ന സമയത്ത് ഈ ചോക്ലേറ്റ് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഷാരൂഖിൻ്റെ കൺസേൺ എത്തും. അതെ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി കൺട്രിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തു, ലൈസൻസ് ചെയ്തു എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അത് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഇതിൻ്റെ കോൺസിക്വൻസസിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതിന് റെഡി ആയിരുന്ന ആളുടെ ഫോണിൽ പോലും ഇത് ഇൻഫെക്റ്റഡ് ആണെന്ന് പറയുന്ന സമയത്ത് then it is a scary part. Then this guy should become not a rebel but a dissident. Like rebel നമുക്ക് പറയാൻ പറ്റത്തില്ല. So he has to പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. You can't be a part of the system and talk. You have to either move away and അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ റിസർച്ച് തുടങ്ങി. പിന്നെ ആ ഒരു ഇമോഷണൽ ആംഗിൾ കൊണ്ടുവന്നു ടു ഫിക്ഷണലൈസ് ഇറ്റ് ഇൻ an interesting way. And then there are lot of ഇങ്ങനത്തെ ഒത്തിരി ഡിസിഡൻസിൻ്റെ എപ്പിസോഡ്സ് ഞാൻ എടുത്തു. സോ ഇന്ത്യയിലുള്ളതല്ല, ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ട്, പുറത്തുള്ള ആളുകളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ there is a guy called Alexei Navalny, പുട്ടിൻ്റെ റൈവലായിട്ട് നിന്നിരുന്നൊരു മനുഷ്യൻ. ഹീ ഈസ് എ ഡിസിഡൻറ്റ്, ലൈക്ക് ഒരു കൈൻഡ് ഓഫ് എ ഡിസിഡൻറ്റ്. പക്ഷേ ഈസ് നോട്ട്, ഇപ്പം ജീവിച്ചിരിപ്പില്ല, കാരണം ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ ഈ ഡിസിഡൻസ് എല്ലാം ഒരു സമയത്ത് ഏതെങ്കിലും രീതിയിൽ കൊല്ലപ്പെടുന്നവരാണ്. അപ്പോൾ there is a guy who used to work for Washington Post called Jamal Khashoggi. സോ അയാൾക്ക് ഞാൻ ആ രാജ്യം പറയുന്നില്ല, ഏത് രാജ്യത്തു നിന്നാണ് ഒറിജിൻ ചെയ്യുന്നതൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ മനുഷ്യനെ പോലും സൈലൻസ് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. സോ ഇത്തരം ആളുകളുടെ ഒരു പാരലൽസ് ഞാൻ ഡ്രോ ചെയ്യാൻ തുടങ്ങി, ലൈക്ക് വിത്ത് ദീസ് പീപ്പിൾ. സോ ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദർ ഇസ് എ പാരലൽ ഫോർ എവറിബഡി. ആ പാരലൽ നിന്നുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഞാൻ ഈ ഡാനിയലിനെ മോൾഡ് ചെയ്ത് തുടങ്ങി. ഡാനിയലിനെ മോൾഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് ഡാനിയലിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെല്ലാം മോൾഡ് ചെയ്യും, എല്ലാവരെയും മോൾഡ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഡാനിയൽ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്. സോ ഐ ജസ്റ്റ് റെപ്രസെൻറ്റ് വൺ പേഴ്സൺ. ഇപ്പോൾ എതിർ നിൽക്കുന്ന ഒരു പേഴ്സണെ, പക്ഷേ അത് ഒരാളല്ല, ആക്ച്വലി അത് ഒരു 1000 ആളുകളുണ്ടാവും. പക്ഷേ സിനിമ എന്ന് പറഞ്ഞ് വരുമ്പോൾ we need to show only one face എന്നുള്ള ലെവലിൽ. And then there are people like, you know, who still believe in that old ancient കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. നമ്മൾ ഈ മോസ്കോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇപ്പം നമ്മൾ ഈ കോഡുകൾ എന്ത് രീതിയിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ഇപ്പം നമ്മൾ ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പം ഇന്ന് വെളുത്ത പുക വന്നോ കറുത്ത പുക വന്നോ എന്ന് കാണുന്നത് തന്നെ എന്താണ്, ആ പുക എന്ന് പറയുന്നത് തന്നെ ദൂരെ ഇരിക്കുന്ന ആളുകൾക്കും കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള മിലിറ്ററി ഗൈഡഡ് ആയിട്ടുള്ള സ്കിൽസ് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ദീസ് ആർ ഓൾ സ്കിൽഡ് പീപ്പിൾ
ഹു ആർ, അപ്പോൾ ആ ക്യാരക്ടറിന് ഏജ് ഉണ്ട്, ഡെഫിനറ്റ്ലി ക്യാരക്ടറിന് ഏജ് ഉണ്ട്. അപ്പോൾ ആ ഏജ് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് ഫോർ ഓൾ ദീസ് പീപ്പിൾ. അതുകൊണ്ടാണ് ഡാനിയൽ ഉണ്ടാവുന്നതും റഹീം ഉണ്ടാവുന്നതും. വെൻ റഹീം ഓൾസോ, സോ ബിക്കോസ് അവർക്ക് തമ്മിലുള്ളൊരു കോംറാഡറിയിൽ അവർക്ക് സംസാരിക്കേണ്ട വിഷയം പോലും ഇല്ല. അപ്പോൾ ആ പഴയ ടെക്നോളജി രണ്ടുപേർക്കും നന്നായിട്ട് അറിയണം. സോ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദി ജസ്റ്റ് നീഡ് എ മൈക്രോഫോൺ ടു ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഇന്ന സമയത്ത് ഇന്ന സംഭവം സംഭവിക്കും എന്നെനിക്ക് പറയാനായിട്ട് ഇന്ന കാര്യം മതി. അതെ. അല്ല, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ റിസർച്ചിൽ നിന്ന് ഒന്ന് പ്രൊട്ടഗോണിസ്റ്റിനെ ഉണ്ടാക്കുന്ന ആ ഒരു ആർക്കും പ്രോസസ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പ്രൊട്ടഗോണിസ്റ്റിനെ അറൗണ്ട് ഉള്ള 1-2 ആംഗിളുകളും ആർക്കുകളും എങ്ങനെ വന്നു ഡിസ്കസ് ചെയ്തു. ആന്റഗോണിസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ആന്റഗോണിസ്റ്റിനെ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനും കുറെ പാരലൽസ് ഡ്രോ ചെയ്യപ്പെടാം, പല രീതിയിൽ ക്രിയേറ്റീവ്ലി വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് വൈ ദാറ്റ് ആന്റഗോണിസ്റ്റ് ഇൻ ദാറ്റ് ആംഗിൾ, ഒരു മിനിസ്റ്ററും മകനും? അല്ലല്ല, അങ്ങനെയല്ല. ഇതിപ്പം അങ്ങനെ ഒരു ജനറിക് ആന്റഗണിസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് തിങ് വിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന, കാരണം ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന ഒരാൾ വേണം, നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് പല രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു മിനിസ്റ്റർ ഡെഫിനറ്റ്ലി പവറിലിരിക്കുന്ന ഒരാൾക്ക് ഇത് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓഥറൈസേഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതും വെൻ ഇറ്റ് കംസ് വിത്ത് എ പേഴ്സൺ ഹൂ ഹാസ് എ ടെക് സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എന്താ പറയുന്നത്, അലാമിങ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അവർക്കത് എൻകറേജിങ് ആണ്, നമുക്ക് അത് അലാമിങ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു കുറച്ച് ട്രബിൾഡ് ലൈഫുള്ള ഒരു ചൈൽഡാണ് ഈ പറഞ്ഞ മകൻ എന്ന് പറയുന്ന ആൾ. കാരണം അയാൾക്കും ഒരുപാട് അംബീഷൻസ് ഉണ്ട്. ആൻഡ് എവറിബഡി ഈസ് കണക്റ്റഡ് ഇൻ വൺ വേ ബിക്കോസ് ഹീ ഓൾസോ നീഡഡ് ടു സെർവ് ദ നേഷൻ. ആ നേഷന് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് പോയ ഒരാളെ അയാളുടെ ഫാദറിന് വേണ്ടിയിട്ട് അവന് മാറി നിൽക്കേണ്ടി വന്നൊരവസ്ഥയാണ്. ആൻഡ് ഹി വുഡ് ഹാവ് ഡൈഡ് അറ്റ് ദാറ്റ് പോയിന്റ്. പക്ഷേ ആ സമയത്ത് നിന്ന് അയാളെ തിരിച്ചു കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഇപ്പോൾ അയാളുടെ ശത്രുവായിട്ട് മാറിയിരിക്കുന്നത്. സോ ദർ ഇസ് എ കൈൻഡ് ഓഫ് എ കോംപ്ലക്സ് ആർക്ക്, അതിനകത്ത് ഒരു കോംപ്ലക്സ് ആർക്ക്. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കൊള്ളാലോ, ഇത് ഉണ്ടായി വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് ഈ ടെക് സപ്പോർട്ടിനുണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു സുഹൃത്ത്, ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ആള്, ഹി യൂസ് ടു ബി കമ്പ്യൂട്ടർ എഞ്ചിനീയർ വിത്ത് ഈ പറഞ്ഞ എയർഫോഴ്സിന്റെ അകത്ത് ഒരു കമ്പ്യൂട്ടർ ട്രെയിനി ആയിട്ടുണ്ടായിരുന്ന ഒരാൾക്ക്. So he also got terminated because of this incident. Later they formed a company. അവരുണ്ടാക്കിയ ഒരു കമ്പനി ഈസ് ലൈക്ക് നൗ ചില കമ്പനികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കമ്പനികൾ ഗ്രോത്ത് എന്നൊക്കെ പറയാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലായി, നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഈ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അതാണ് അപ്പൊ ഇങ്ങനെ കുറെ പാരലൽസ് ഒക്കെ ഡ്രോ ചെയ്യപ്പെടാമെന്ന രീതിയിൽ കഥ എടുക്കുമ്പോൾ പേടി തോന്നലുണ്ടോ ഏതെങ്കിലും സമയങ്ങളിൽ? അഗെയിൻ എമ്പുരാൻ അറൗണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ റിലീസ് ഡിലേ ആയതിന്റെ, ഇപ്പൊ ഇതിന്റെ കേസിലും പേട്രിയറ്റിന്റെ റിലീസ് ഡിലേ ആകുമ്പോഴും സെൻസർ ബോർഡിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഞാൻ ഇതിനകത്ത് അങ്ങനെ ഇത് ഇന്നത് എന്നൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടാണ് ഡീൽ ചെയ്തത്. അപ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദിസ് എ ബ്രേവ് ഫിലിം ബട്ട് നോട്ട് ബ്രേവ് ഇനഫ് ബിക്കോസ് ഹി ഹാസ് നോട്ട് ഷോൺ എവറിത്തിങ് ബ്രേവ്. ഞാൻ പറയുന്നത് ഐ എം നോട്ട് മേക്കിംഗ് എ ഡോക്യുമെൻ്ററി ഹിയർ. ഞാനൊരു ഫീച്ചർ ഫിലിം ഉണ്ടാക്കുക. അപ്പം എനിക്ക് ബ്രേവ് ആവാനുള്ളൊരു പോയിന്റ് ഉണ്ട്. അത്രയും ബ്രേവ് ആയാൽ മതി. ഞാൻ ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചെടുക്കുക. അതും കൂടെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. യു ക്യാൻ റിലേറ്റ് എന്തൊക്കെ തരത്തിലാണ് ഇത് പോകുന്നത്. ഞാനിതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചാണ് കൺസേൺ. എൻ്റെ കൺസേൺ ഇതിനകത്ത് സിസ്റ്റം അല്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തണമെന്നും ഈ ഐഡിയ മനസ്സിലാക്കേണ്ടവർ എടുക്കണം. അതിന് ആൾക്കാരിലേക്ക് എത്തണമല്ലോ. അപ്പൊ അതിന് നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് എത്തിക്കണം എന്നുള്ളൊരു ജോലി. സെൻസർ ബോർഡ് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഹാവ് ടു ഷോ എ സ്ലൈഡ് സേയിങ് ദാറ്റ് ദിസ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഡിജിറ്റലൈസേഷൻ ഓഫ് ഇന്ത്യ. സോ ഐ തിങ്ക് എനിക്കും അത് എഗ്രിയബിൾ ആണ്. കാരണം ഇറ്റ് ഈസ് എ കറക്റ്റ് തിങ്. കാരണം അവർക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് ചില സംഭവങ്ങളുടെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബിക്കോസ് വാട്ട് ദേ സെഡ് ഇസ് റൈറ്റ്. ബിക്കോസ് നമ്മളും ഈ പറഞ്ഞ പോലെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെ ഒരു പിന്നിലോട്ട് വലിക്കാൻ പാടില്ല. സിനിമ പിന്നിലോട്ട് വലിക്കാൻ പാടില്ല. സിനിമ ഹാസ് ടു ടോക്ക് സംതിങ് വിച്ച് ഹാസ് എ പർപ്പസ് ടു ടോക്ക്. അതിനോടൊപ്പം തന്നെ ഇതിനെ പ്രോഗ്രസ് ഇല്ലാതാക്കാൻ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഗൗരവമുള്ളൊരു വിഷയം എടുത്ത് അതിനിങ്ങനെ ഒരു കഥയാക്കിയിട്ട് പിന്നെ മുന്നിലേക്ക് പോയടുത്താണ് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയത്, സ്റ്റാർ കാസ്റ്റും സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആദ്യമേ ഡിസൈഡ് ചെയ്തതാണോ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് വേണമെന്ന്? അത് ഒരാളോട് സംസാരിച്ചു? പിന്നെ അതായത് ഒരു കഥ പറഞ്ഞ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി സ്ക്രിപ്റ്റിൻ്റെ ഫോമിലേക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും
ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇട്ട് ടു മമ്മുക, സേയിങ് ദാറ്റ് ഓക്കെ മമ്മുക എനിക്ക് ഇങ്ങനൊരു കഥയാണുള്ളത്, ഒന്ന് കേൾക്കാം താല്പര്യമുണ്ടോ? മമ്മുക അത് കേൾക്കാൻ താല്പര്യപ്പെട്ടു. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഇത് നറേറ്റ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് ആദ്യമേ മനസ്സിലായി ദിസ് ഈസ് നോട്ട് ഗോയിൻ ടു ബി എൻ ഈസി ഫിലിം, ഇറ്റ്സ് ഗോയിൻ ടു ബി എൻ എക്സ്പെൻസീവ് ഫിലിം. ബിക്കോസ് ഇതിനകത്തുള്ള സീക്വൻസുകളുടെ ഒരു ഡ്രാമയും അതിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ കാരണം ജേണിയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ദെൻ ഹീ സ്റ്റാർട്ടഡ് ആസ്കിങ് മീ ലൈക്ക് സോ ഹൂ ഇസ് ഗോയിൻ ടു ബി ദിസ്, കാരണം ക്യാരക്ടേഴ്സിനെല്ലാം ഒരു വെറുതെ വന്നു പോകുന്ന ആൾക്കാരല്ല എന്നുള്ളത് മനസ്സിലായി. സോ അപ്പം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. സോ ഹൂ ഇസ് ഗോയിൻ ടു ബി ദിസ്, അപ്പം ഇതാരായിരിക്കും? അപ്പം മൈക്കിൾ. അപ്പം ഞാനിങ്ങനെ പതുക്കെ അടുത്തടുത്ത ആളുകളിലേക്ക് അപ്പം മൈക്കിളും ഡാനിയലിനും കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ബിക്കോസ് ഡാനിയൽ ഇസ് സംബഡി ഹൂസ് ഓൾറെഡി റെസ്പോൺസിബിൾ ആണെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി. പിന്നീട് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ പുള്ളിക്ക് ആ ഒരു ഇപ്പം ആദ്യത്തെ ചോദ്യം തന്നെ പുള്ളിയോട് ആദ്യം ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം തന്നെ പുള്ളിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഉത്തരമാണ് പിന്നീട് വ്ളോഗായിട്ട് മാറുന്നത്. സോ ഞാൻ ഇത് കഴിഞ്ഞ് മമ്മൂക്കയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മൈക്കിളിലേക്ക് എത്തുന്ന സമയത്ത് മൈക്കിളിൻ്റെ നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത സമയത്ത് ചാക്കോച്ചൻ കറക്റ്റായിട്ട് തോന്നി. ആൻഡ് ദെൻ വെൻ വി ഗോ ഇൻ ടു ശക്തീസ് നേച്ചർ ആൻഡ് JPS ആൻഡ് ശക്തി വന്ന സമയത്ത് ദിസ് വാസ് എനിക്ക് ഒരു ഇഷ്ടം തോന്നി. ഒബ്വിയസ് അല്ല, ബിക്കോസ് ഞാൻ ഫഹദിനെ അങ്ങനെ എനിക്ക് ചെയ്ത് കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്, ഫ്രണ്ട്സാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒന്ന് എൻ്റെ പടങ്ങളിൽ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. സോ ഐ വോണ്ട് ടു സീ ഹിം ലൈക്ക് പ്ലേ എ ലിറ്റിൽ ഗ്രേ, മോർ ഗ്രേഷ്, മോർ ടുവേർഡ്സ് ബ്ലാക്ക് എന്നുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ ആക്ച്വലി ലൈക്ക് ഐ അപ്രോച്ച് ഹിം. ആൻഡ് ഹീ സെഡ് യാ ഇറ്റ്സ് ഗുഡ്, നമുക്ക് ചെയ്യാം, അങ്ങനെ ഒരു എഗ്രി ചെയ്യുന്നു. അങ്ങനെ ഫൈനലി വെൻ ഇറ്റ് വെൻ ടു റഹീം. സോ റഹീമിൻ്റെ ക്യാരക്ടർ ഭയങ്കര റഹീം ഓൾസോ ഷുഡ് ഹാവ് ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരാളാണ് വിത്ത് എൻ ഓറ. സോ ആൻഡ് ദേ ഗോ വെരി എന്താ പറയുന്നത് ഫ്രണ്ട്സായിട്ട് തന്നെ നിൽക്കുന്ന വ്യക്തികളുമാണ്. സോ അപ്പം അതിനകത്ത് റഹീമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട് താനും സിനിമയ്ക്കകത്ത്. സോ ദെൻ വി തോട്ട് ഓക്കെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ലാൽ സാറിനോട് സംസാരിക്കുക. അല്ലാതെ ഇതൊരു ഓൺസെമ്പിൾ ആക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി മോഹൻലാൽ സിനിമ ആക്കണമെന്നോ ഒന്നും ചിന്തിച്ച് സംസാരിച്ചൊന്നുമല്ല. പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട് വരുന്നത്, ആദ്യമേ പറഞ്ഞത് എക്സ്പെൻസീവ് ആകാൻ സാധ്യതയുണ്ട് അതിന്റെ സെറ്റിംഗ് വെച്ചെന്ന് തോന്നി. പക്ഷെ ഇങ്ങനെ ഒരു ഓൺസെമ്പിൾ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഇങ്ങനെ കൂടി സ്റ്റാർ പവർ കൂടുമ്പോൾ ആ എക്സ്പെൻസീവ് ആണ് എന്ന് ചിന്തിച്ചതിന്റെ എക്സ്പെൻസ് കൂടി തീർച്ചയായിട്ടും കൂടും. പക്ഷേ അതിനെ സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. പ്രൊഡക്ഷൻ വേറിലേക്ക് ദൈവ സെയിങ് ഓക്കെ ഇത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ എപ്പോഴും സംഭവിക്കുന്നതല്ല. സോ ലെറ്റ്സ് ട്രൈ, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. കാരണം നമ്മളൊരു കൺവെൻഷണൽ സിനിമയല്ല എടുക്കുന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ടെംപ്ലേറ്റ് സിനിമയല്ല എടുക്കുന്നത്, നമ്മൾ കുറച്ച് മാറി ആലോചിക്കുന്നൊരു സിനിമയാണ് എടുക്കുന്നത്. ഇതുപോലൊരു സിനിമ അവരും കണ്ടിട്ടില്ല. മലയാളത്തിൽ ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കും തോന്നിയ ഒരു രസം ഉണ്ടാവും. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചുമ്മാ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ലാൽ സാറിനെ കാണുന്ന സമയത്ത് ഡിസ്കഷൻ എങ്ങനെ പോയി? ആ ഡിസ്കഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഒരു ആക്ടറിൻ്റെ അടുത്തും എനിക്ക് അവരുടെ പോർഷൻ മാത്രമായിട്ട് എനിക്ക് കഥ പറയാൻ പറ്റത്തില്ല. ഫുൾ പറയണം, എന്നാലേ എനിക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ, മൊത്തത്തിലുള്ളൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ആ ഒരു മൊത്തം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം ലാൽ സാറിന് മനസ്സിലായി. അവസാനം റഹീമിലേക്ക് എത്തുന്നു, റഹീമിൻ്റെ സ്റ്റോറി മനസ്സിലാക്കുന്നു. അതിനകത്തൊരു ക്രൂഷ്യൽ ഒരു റഹീമിൻ്റെ ഒരു കൾമിനേഷൻ പോയിൻ്റ് ഉണ്ട്. അത് എനിക്കും അറിയില്ല അദ്ദേഹം ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഇറ്റ് ഇസ് കാരണം അപ്പോൾ അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞത് കുറേ കാലം ഞാനത് സിനിമയിൽ ചെയ്തിട്ട്, പക്ഷേ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ചെയ്താൽ കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് വാസ് യെസ്. ആൻഡ് ദെൻ വി തോട്ട് ഓക്കെ കൊള്ളാം, ഇങ്ങനൊരു സംഭവത്തിനകത്ത് നമ്മൾ എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞൊരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിങ്ങനൊരു പ്ലോട്ടിൽ പറയുന്നൊരു സിനിമയാണ്, അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ആഡ് ഓൺ ചെയ്യണ്ട. ബിക്കോസ് ആ പ്ലോട്ടിനെ ജസ്റ്റിഫൈ ചെയ്യണം. ആ പ്ലോട്ടിന് എന്താണോ അതെന്താണ് ഡിസർവ് ചെയ്യുന്നത് അതിലേക്കാണ് നിങ്ങൾ എത്തിക്കേണ്ടത്. സ്റ്റോറിയും ട്രൂ ക്യാരക്ടേഴ്സും തന്നെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഈ പേരുകൾ കാരണം ഒരു മാറ്റങ്ങളും പിന്നീട് വരുത്തിയിട്ടില്ല. They insisted on not changing it. അതാണ് അവരുടെ ഒരു എന്താ പറയുന്നത് മെറിറ്റും അവരുടെ ഒരു വലിപ്പവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം they don't want to change anything. They just want to, okay, we have enough things.
അതിപ്പോൾ സംഭവിച്ചൊരു മാറ്റമാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് ഇത്ര വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോൾസ് ചെയ്തിട്ടില്ല, പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രണ്ടുപേരും വളരെ ഓപ്പണായി ഫ്ലെക്സിബിളായി വർക്ക് ചെയ്യുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പം ചിലർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റാർ പവേർഡ് പടങ്ങൾ കൊണ്ടുപോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്കും ചിലപ്പം ഇതൊരു ടെംപ്ലേറ്റ് പടമല്ലേ എന്ന് വിശ്വസിക്കുന്നത്. ചിലപ്പം ഞാൻ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുപോകാത്തതുകൊണ്ടായിരിക്കും അവർ വിശ്വസിച്ച് അവർ ചിലപ്പം മനസ്സിലാക്കി ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഇതിനകത്ത് ഒരു സ്റ്റാർ ബാഗേജോടുകൂടിയല്ല വരുന്നത്, നോർമൽ ഇതങ്ങനെ ഒരു അമാനുഷികരല്ലോ. യെസ്, there are moments, there are action sequences, there are car chase ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓൾ ഗ്രൗണ്ടഡ്. കാരണം അവർക്ക് അത് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ബിക്കോസ് ഓഫ് ദെയർ സ്കിൽസ് ഇൻ ദ ഫിലിം. ലൈക്ക് അവർ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രം മതി എന്നുള്ളതിൽ അവരും ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ എക്സ്പെൻസിന്റെ ആ ഒരു വാക്കിൽ ഞാൻ സ്റ്റക്കാണ്. കാരണം എനിക്ക് ബഡ്ജറ്റിന്റെ കറക്റ്റ് നമ്പേഴ്സ് എവിടെയും പുറത്തില്ല, എന്നാലും 125 CR അതൊക്കെ ഒരു ഫ്ലോട്ടഡ് നമ്പറാണ്. അതൊക്കെ ആക്ച്വലി പ്രൊഡക്ഷൻ ആൾക്കാർ അത് പുറത്തു ഒരു വലിയ നമ്പറാണ് എന്ന് വിചാരിക്കാം. 100 crore. അതെ, അപ്പോൾ 100 crore ചെലവാക്കുന്ന ഒരു സിനിമക്ക് എൻ്റെ ഒരു പ്രൊഡക്ഷൻ മാത്തിന്റെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണെങ്കിൽ ഒരു 250 to 300 crore കളക്ഷൻ വന്നാലായിരിക്കും ബ്രേക്ക് ഈവൻ എങ്കിലും ആവുക, എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട്. ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തത്, അപ്പോൾ എനിക്കതിൽ നിന്ന് ഈ മാത്ത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 100 crore ചെലവാക്കുമ്പോൾ 250-300 കോടി കളക്ട് ചെയ്യണം. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് പാൻ ഇന്ത്യൻ ഫിലിമാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ഇത്ര അധികം പൈസ തിരിച്ച് കളക്ട് ചെയ്യണം. രണ്ട്, ഇതുപോലെ ഒരു ഓൺസംബിൾ കാസ്റ്റിനെ കൊണ്ടുവരികയാണ്, ആൾക്കാർക്ക് ഇത്ര എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ്. ഇത്ര നാളുകൾ, അതായത് ഇത് കമ്മിറ്റ് ചെയ്ത് ഇറക്കുന്നത് വരെയുള്ള നാളുകൾ എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഇറ്റ് ഇമോഷണലി ഫോർ യു? എങ്ങനെ ഡീൽ ചെയ്തു? ഇത്ര റെസ്പോൺസിബിലിറ്റി. ഇത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സിനിമയെ ഓണസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക, അത് മാത്രമാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും ആഗ്രഹിച്ച എൻ്റെ അടുത്ത് ഈ സിനിമ കൃത്യമായിട്ട് പറയാന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് വേറെ രീതിയിലൊരു സാധനം ഉണ്ടാക്കണം, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇങ്ങനെ ഓൾട്ടർ ചെയ്യണം, അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ ദിവസവും ഒരു പേടി ഉണ്ടാവില്ലേ? നമ്മൾ ആൻസറബിൾ ആണല്ലോ ആസ് എ ഡയറക്ടർ, ആസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ബേസിക്കലി ഞാൻ എന്താ പറയുന്നത്, എല്ലാ പ്രാവശ്യത്തെയും ഞാൻ എൻ്റെ നിർമ്മാതാക്കളുടെ ഇതിനകത്തെ മെയിൻ പ്രൊഡ്യൂസറുടെ കൂടെ ഞാൻ എൻ്റെ 3ാമത്തെ സിനിമയാണ്. സോ ദേ ആർ ഫെമിലിയർ വിത്ത് മൈ വേ ഓഫ് വർക്കിംഗ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളത് കൃത്യമായിട്ടൊരു ഒരു ധാരണയിലാണ് പോകുന്നത്. പിന്നെ ദെൻ ഡെഫിനറ്റ്ലി ദർ ഇസ് എ കൈൻഡ് ഓഫ് എ പ്രീ ബിസിനസ് വിച്ച് ഹസ് ഹാപ്പൻ ടു ദിസ് ഫിലിം. സോ അതെല്ലാവർക്കും അറിയാം. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ്, എങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കണക്ക് വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. സോ ബേസിക് ടേബിൾ മാത്ത് ചെയ്ത് അങ്ങനെയാണ് അതിനകത്ത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും ദർ ഇസ് എ കൈൻഡ് ഓഫ് റിസ്ക്. ആ റിസ്ക് എന്ന് പറയുന്നത് അവരെടുക്കുകയാണ്. കാരണം വല്ലപ്പോഴും മാത്രം നമുക്ക് ഇങ്ങനൊരു കഥയ്ക്കകത്ത് ഇവരെല്ലാവരും വന്നു എന്ന് പറയുന്നതിനകത്തൊരു സന്തോഷം അവർക്കും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ താങ്കളുടെ ഹൗ ആർ യു മേക്കിംഗ് മണി? ഫിക്സ്ഡ് ആണോ, അതോ ഇന്ന് പല ഡയറക്ടേഴ്സും കളക്ഷന്റെ പെർസെന്റേജ് ആണെന്ന് പറയുന്നത്? ഞാൻ ഫിക്സഡ് സാലറി തന്നെയാണ്. ഞാൻ അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് വേറെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സമയത്തൊക്കെ വേറെയാണ് ടേംസ്. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ ഫിക്സഡ്, ഞാനൊരു ശമ്പളക്കാരൻ. ഇൻസെന്റിവൈസ്ഡ് ആണോ? ഒരു സീലിംഗ് കഴിഞ്ഞിട്ടും കളക്ഷൻ പോയാൽ പിന്നീട് അങ്ങനെയല്ല, നമ്മളൊരു ഒരു ഫിക്സഡ് സാലറിയിൽ വർക്ക് ചെയ്യുക. കാരണം നമുക്ക് അതാണല്ലോ എപ്പോഴും ഒരു കൂടുതലും ആ ഒരു സിസ്റ്റമാണോ ഇന്ന് മലയാള സിനിമയിൽ കൂടുതലും? ഡിപ്പെൻഡ്സ് ഓൺ ഫിലിംസ്. പലരുടെയും അവസ്ഥകൾ പല രീതിയിലായിരിക്കും. ചിലർ പെർസെൻറ്റേജിൻ്റെ ഷെയർ ഉണ്ടാവുന്നവരുണ്ടാവും, ചിലർ മറ്റു രീതിയിലുണ്ടാവുന്നവരുണ്ടാവും, ചിലർ കോ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ ഇത്രയും ചിലവായി എന്ന് പറയുമ്പോൾ ഇതിൽ ഈ കാസ്റ്റിനാണോ വലിയൊരു എമൗണ്ട് ചിലവായത്, അതോ ലൊക്കേഷനും പ്രൊഡക്ഷനും? അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമല്ല. ദാറ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ ടീം. ബിക്കോസ് ഐ എം എ ക്രിയേറ്റീവ് പേഴ്സൺ സിറ്റിംഗ് ബിഫോർ യു. ഐ എം നോട്ട് എ പ്രൊഡക്ഷൻ പേഴ്സൺ. ബിക്കോസ് യു ആർ ഇൻ ടു സ്റ്റോക്ക് ആൻഡ് all the other stuff. സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂവിയിൽ ഒരു പ്രോപ്പർ മൂവി ആളുമായിട്ട് ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാം. പക്ഷെ എന്റെ ബ്രെയിൻ വയേർഡ് ആയിരിക്കുന്നത് ബിസിനസ്സും നമ്പേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നാച്ചുറലി അങ്ങനത്തെ സാധനങ്ങൾ ചോദിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ ക്രിയേറ്റീവ് ചോദ്യം തന്നെ ചോദിക്കാം. ക്രിയേറ്റീവ് ഡിസ്കഷൻ എനിക്ക് ഭയങ്കരമായി, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായി ഞാൻ എത്തിയത് ആ ചേസിന് മുൻപുള്ള കാറിനകത്തുള്ള സീനാണ്. ആ കാറിനകത്ത് ആ ക്യാമറ എങ്ങനെയാണ് അത് അങ്ങനെ മൂവ് ആയി എന്നുള്ളത് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി നോവൽ. അത് എന്താണ് ലൈക്ക് അത് എങ്ങനെയാണ് സാധിച്ചത്? അതൊരു ബേസിക്കലി ആ കാർ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ട് അതിനൊരു BTS ഇറങ്ങി കഴിയുമ്പോൾ യു നോ ദാറ്റ് ഇറങ്ങുന്നുണ്ട്. സോ അത് ആ ഒരു ടോപ്പ് മുറിച്ച് മാറ്റിയിട്ടാണ് അതിന്റെ ബാക്കിയുള്ള സീക്വൻസ് എടുത്തിരിക്കുന്നത്. സോ ക്യാമറ ഹാസ് ടു മൂവ് ഫ്ലൂയിഡിലായിട്ട് മൂവ് ചെയ്യാനായിട്ടും. സോ അപ്പോൾ അത് ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വൺ തിങ് ഹാസ് ടു ഗോ ഔട്ട് ആൻഡ് ദ അതർ തിങ് ഹാസ് ടു കം ഇൻ. സോ ആക്ടേഴ്സ് ഓൾസോ ഹാവ് ടു ബി ഇൻ
പ്രോപ്പർ ഒരു എന്താ പറയുന്ന ഒരു ഋതത്തിൽ തന്നെ പെർഫോം ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈവൻ ദ ലിഫ്റ്റ് ആക്ഷൻ ഓൾസോ വെരി കൺസ്ട്രെയിൻഡ് സ്പേസിനകത്തായിരുന്നു. അതിനകത്തും ഇതുപോലെ തന്നെ ക്യാമറ മൂവ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിന്റെ ഒരു ഭാഗം വലുതാവുന്നു, പിന്നെ അത് ചെറുതാവുന്നു, അങ്ങനെ ഒരു പക്ഷെ അത് മനസ്സിലാവില്ല ആൾക്കാർ. റൈറ്റ്. പക്ഷെ കാറിനെ പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ അകത്തുള്ള ബിസിനസ് മൈൻഡിൽ നിന്ന് ഒരു ചോദ്യം കൂടി വരും. അതായത് എനിക്ക് തോന്നി ടാറ്റ സഫാരിയുമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ ഡീൽ ആയതുപോലെ തോന്നി. കാരണം ആ റെന്റിന് എടുക്കുമ്പോൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിനുശേഷം നന്നായി കാണിക്കുന്നുണ്ട്. ടാറ്റയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു തോന്നുന്നു, ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ്. അപ്പോൾ അത് ഇന്നത്തെ മോഡേൺ ഫിലിംസിൽ അത് വളരെ നോർമൽ ആയിട്ടുണ്ടോ, അതോ ഇതിന്റെ ROI-ന്റെ ഭാഗമാണോ അത്? ഐ മീൻ, അതായത് ഇന്ന് പ്ലാൻ ചെയ്യുമ്പോഴേ ആദ്യമേ ചിന്തിക്കും ഇങ്ങനെയുള്ള പ്ലേസ്മെന്റ്സ് ചെയ്യാം, സോ ദാറ്റ് ROI ഹെൽപ്ഫുൾ ആകും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ല റവന്യൂ സ്ട്രീമായിട്ട് ആക്റ്റീവ്ലി ചിന്തിച്ച് ചെയ്യുന്നതാണോ, അതോ ജസ്റ്റ് സോ ഹാപ്പൻസ്? ഇപ്പോഴത്തേക്കാൾ കൂടുതൽ മുമ്പ് അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ചില സിനിമകളിലൊക്കെ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും. കോൺസ്റ്റന്റ് ആയിട്ട് കുടിക്കുന്ന ചായ, കഴിക്കുന്ന ബിസ്ക്കറ്റ്, എല്ലാം നമ്മൾ എങ്ങനെ ലേബൽ ചെയ്ത് ഫേസ് പോലെ കാണലുണ്ട്. ഇത് വളരെ സട്ടിലായിരുന്നു. ഞാനിത് മോശമായിട്ട് പറയില്ല, വളരെ സട്ടിലായിട്ടാണ് ചെയ്തത്. പക്ഷെ അത് വളരെ നോർമൽ ആയ ഒരു സംഭവം ആയോ എന്നറിയാൻ. അല്ല, ഞാൻ പറഞ്ഞ ചില സീക്വൻസുകൾക്ക് നമുക്ക് ചിലപ്പം ഒരു 3-4 വെഹിക്കിൾ വേണ്ടി വരും. ആൻഡ് ദാറ്റ് വെഹിക്കിൾ ഹാസ് ടു ബി ട്രാൻസ്പോർട്ട് ടു വേറൊരു കൺട്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആ കൺട്രിയിൽ ആ വെഹിക്കിൾ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾ വന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില ലൊക്കേഷൻ സ്പെസിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള നീഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഷൂട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഞാൻ താങ്കളുടെ ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ പറയുന്നത് കേട്ടു, ഭയങ്കര കർഷകക്കാരനാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ടേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടെന്ന് വളരെ സ്ട്രോങ്ലി പറയുമെന്ന് കേട്ടു. അപ്പോൾ ഇതുപോലൊരു കാസ്റ്റ് വന്നപ്പോൾ അവരെ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഡയറക്ടറുടെ ക്രാഫ്റ്റ് എന്താണെന്നുള്ളത് ഒരു ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ പിടിതം കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനിപ്പം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പം പുതുതായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്നെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇപ്പം ഇതിനകത്തൊരു കുറച്ചുകൂടെ പുതിയൊരു സിനിമയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഐ ഗോ വിത്ത് എ ഫോം വേറെ കുറച്ചുകൂടെ ഓൾഡ് സ്കൂൾ ഫോമിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒരു എഡിറ്റഡ് പടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നതാണ് മതി, ഇന്നത് രീതി, ഇത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സമയത്ത് എനിക്കത് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് അത് കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. സോ ദേ ആർ ഓൾസോ, അവരും അതിനെ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ലൈക്ക് ആ ഒരു ടേക്ക് കിട്ടുന്നവരെ ഞാൻ ഹാപ്പി ആവുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ പോലും ലൈക്ക് വെൽ സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ മുമ്പിൽ നമ്മളിതെന്താ ഇത്, കാരണം അവർക്ക് കൃത്യമായിട്ട് നമ്മളൊരു എന്താണെന്നുള്ളൊരു കൺവിക്ഷൻ, എന്താണ് വേണ്ടതെന്നുള്ളൊരു കൺവിക്ഷനോട് കൂടി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവറിത്തിങ് ഈസ് കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏത് സീനായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിരുന്നത്, സമയമെടുത്തത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? ലോജിസ്റ്റിക്കലി ഒത്തിരി ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് വി ഹാഡ് എ ലോട്ട് ഓഫ് അബ്രോഡ് സീക്വൻസസ്. ലൈക്ക് ഇപ്പോൾ പിന്നെ ആർമി ബേസ്ഡ് സീക്വൻസർ ഉണ്ടായിരുന്നു. ലൈക്ക് there was a MiG sequence, sequence ഉണ്ടായിരുന്നു, which comes in the first half. അത് ആദ്യമായിട്ടായിരിക്കില്ല മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സീക്വൻസ് ആദ്യമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞു ഇത് നന്നായിട്ട് വന്നില്ലെങ്കിൽ ട്രോള് വരുന്നു പറഞ്ഞു. പക്ഷേ it came out well actually. സോ എല്ലാവരും ആക്ച്വലി അതിനകത്ത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുത്തു. ആൻഡ് ശ്രീലങ്ക എയർഫോഴ്സ് ആക്ച്വലി അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. They provided us ഒരു F7 ആക്ച്വലി പ്രൊവൈഡ് ചെയ്തു. F7 and MiG-21 are very similar. അതൊക്കെ എങ്ങനെ ഷൂട്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ ആക്ച്വലി F7 നമുക്ക് വേണ്ടിയിട്ട് അവർ ഫ്ലൈ ചെയ്തു, നോട്ട് വിത്ത് ഫഹദ് ആക്ച്വലി. അത് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ സിംഗിൾ സീറ്റർ ആണല്ലോ, ഡബിൾ സീറ്റർ അല്ല. ദെൻ വി മെയ്ഡ് എ കോക്പിറ്റ്, ഒരു സെറ്റ് ഉണ്ടാക്കി. പിന്നെ ബാക്കി അതിൻ്റെ പുറകിലോട്ടുള്ളെല്ലാം VFX-ലും പിന്നെ നമ്മൾ ഒറിജിനൽ പ്ലേറ്റ്സും പിന്നെ ഫ്ലൈയിങ്ങിൻ്റെ പ്ലേറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല രീതിയിലുള്ള VFX, ക്ലൗഡ്, പിന്നെ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഒരു കോക്പിറ്റ് ഫയർ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡാനിയലിൻ്റെ എക്സ്പെർട്ടൈസ് അറിയാനായിട്ട് നമുക്കത് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് പിന്നീട് പുള്ളി ഒരു ഫ്ലൈറ്റിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. സോ ടു നോ ദാറ്റ് അത് കൺവിൻസിങ് ആവണമെങ്കിൽ ഇത് കൺവിൻസിങ് ആവണം. ഇത് കൺവിൻസിങ് ആയില്ലെങ്കിൽ അതാവത്തില്ല. ബിക്കോസ് ഹൗ ഡസ് യു നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ഇൻ ദ ഫ്ലൈറ്റ് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ക്വസ്റ്റൻ ആയിട്ട് വരും. അപ്പം ഇവിടെ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാനൊരു പൈലറ്റ് അല്ല, ബട്ട് ഐ എം റിയലി ഫെമിലിയർ വിത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്നുണ്ട്. സോ ആ ഫെമിലിയർ ആയിട്ടുള്ള എയർക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ, സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നുള്ളത് അറിയിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ജെറ്റിസൺ എന്താണ്, ഫ്യൂസ്ലേജിൽ എന്താണ് ഇരിക്കുന്നത്, വിങ്സിലാണോ ഫ്യൂവൽ വരുന്നത്, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും വരുന്നത്, ബാരൽ റോൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു കുറച്ച് റിസർച്ച് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എയർഫോഴ്സിലുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് കുറച്ച് ടിപ്സൊക്കെ തരാനും മറ്റു കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ ഇതിൻ്റെ മാനുവൽ ഉണ്ടാക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒത്തൻറ്റിക് ആയിട്ടിരിക്കണമല്ലോ, കുറച്ചുകൂടെ റിയൽ ആയിട്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് പാളിപ്പോകും ഇത് വെറുതെ. കാരണം ഇന്നത്തെ വേൾഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ
ആളുകൾക്ക് എളുപ്പമാണല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ എടുത്ത് വട്ടം ഇട്ടിട്ട് ഒരു ട്രോൾ ആക്കിയിട്ട് ഇടാനായിട്ട്. കാരണം ബിക്കോസ് ദേ തിങ്ക് ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ പബ്ലിക് ഡൊമൈൻ. സോ നമുക്ക് ഒന്നും പഴയ പോലെ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളല്ല ഇന്നത്തെ കാലത്ത്. ഇല്ല, ഇതിപ്പോ ഇങ്ങനെയുള്ള നമ്മുടെ സംഭാഷണങ്ങളിലൂടെയാണ് ഇത് പുറത്ത് വരുന്നത്. എത്ര ഡിഫിക്കൽട്ട് ആണ് ടു പുട്ട് ടുഗദർ എ ഗുഡ് ഫിലിം ലൈക്ക് ദിസ് എന്നുള്ള And then വിഷയം. there is that C-130 ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു വേർ ഡാനിയൽ എസ്കേപ്പ് ചെയ്യുന്ന ഫ്ലൈറ്റ്, വിച്ച് ഇസ് ദാറ്റ് ആക്ഷൻ സീക്വൻസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. സോ ആ സീക്വൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഒരു ശരിക്കുള്ള ഒരു ഹെർക്കുലീസ് എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റാണ് C-130. അത് ആക്ച്വലി ശ്രീലങ്കയിൽ വാർ നടന്ന സമയത്ത് UN കൊടുത്തിട്ട് പോയൊരു ഫ്ലൈറ്റാണ് അത്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇറ്റ് വോണ്ട് ഫ്ലൈ, ബട്ട് ടാക്സി മാത്രം ചെയ്യും. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് തന്നെയാണത്. അപ്പോൾ ഞങ്ങൾക്കത് സെറ്റൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് അത് താങ്ങില്ല. ലൈക്ക് അത് ഭയങ്കര, കാരണം സെറ്റിൻ്റെ ഡീറ്റെയിലിംഗ് അതുപോലെയാണല്ലോ ഒരു കാർഗോ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞങ്ങൾക്ക് കുറച്ച് ചാലഞ്ചിങ് ഉണ്ടായിരുന്നു. കാരണം റിയൽ ഫ്ലൈറ്റാണ്, അതിന് ഡാമേജുകൾ വരരുത്, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അതിനകത്തും പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടീസിന് നമുക്ക് വേറെ തരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ച് അത് ഉണ്ടാക്കണം. പിന്നെ അതിനകത്തുനിന്ന് അതിൻ്റെ ഡോറ് എക്സിറ്റ് തുറക്കണം. അതായത് ഒത്തിരി ചാലഞ്ചിങ് ആണ്. VFX വളരെ ഹെവിയാണ്, പക്ഷെ അത് വളരെ നന്നായി ചെയ്തതുകൊണ്ട് ബ്ലെൻഡായി പോയിട്ടുണ്ട്. ബട്ട് എനിവേസ്, അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്തത് കൊണ്ട് കൂടിയാണോ 3 മണിക്കൂർ ആയത് സിനിമ? അതോ ഞാൻ ചോദിച്ചു വരുന്നത് 3 മണിക്കൂർ ആകുന്നത് ഇന്ന് അബ്നോർമൽ ആണ്, അധികം ഓക്കെ അല്ല എന്നൊരു ചർച്ച പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അഗൈൻ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്ന ഒരു വേൾഡിൽ 3 മണിക്കൂറിന്റെ സിനിമകൾ അത്ര അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് റൂത്ത്ലെസ്ലി പ്രയോറിറ്റൈസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലാത്തതാണ്. അല്ല, അങ്ങനെയല്ല. കുറേ ക്യാരക്ടേഴ്സിന്റെ ആർക്കുണ്ടല്ലോ. ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും 3 മണിക്കൂർ ആണെങ്കിലും സിനിമ കുറച്ച് സ്പീഡിൽ പോകുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്ററായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും ജേണി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്, അത്രയും ആൾക്കാരുടെ കൾമിനേഷനുണ്ട്, അത്രയും. അപ്പം ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്പേസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ പറഞ്ഞ പോലെ ഉള്ളൊരു ഫുൾഫിൽമെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും ഇത് എഡിറ്റേബിളിൽ വന്നപ്പോൾ എന്തായിരുന്നു വാസ് ദെയർ എ വേർഷൻ വിച്ച് വാസ് മേ ബി ഈവൻ ലോങ്ങർ, അതിനുശേഷം ഒപ്റ്റിമൈസ് ചെയ്ത് ഇവിടെ എത്തിച്ചതാണോ? there were only a few like സീക്വൻസുകളുടെ മുമ്പും പിമ്പും ഒക്കെ ഉള്ള ചില പോർഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി. അല്ലാതെ നാച്ചുറലി വേണ്ട സീക്വൻസുകളെല്ലാം വെച്ചപ്പോൾ വി ഓൾ ന്യൂ. ബിക്കോസ് എപ്പോഴും ഞാൻ എഴുതുന്ന സമയത്ത് ഐ ടൈം മൈ സീൻസ്. സോ ലൈക്ക് ദർ ഇസ് എ സോഫ്റ്റ്വെയർ കോൾ ഫൈനൽ ഡ്രാഫ്റ്റിൽ. അതിൽ ഞാനൊരു പേജ് ഒരു മിനിറ്റ് എന്നുള്ള ലെവലിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അത് പലപ്പോഴും എൻ്റെ എല്ലാ സിനിമകൾക്കും ഇപ്പം മാലിക്കിൻ്റെയൊക്കെ തിരക്കഥ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തിരക്കഥ എനിക്ക് വേണം മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ദ തിങ് ഈസ് ഒരു പേജിൽ നിൽക്കുന്ന സാധനങ്ങൾക്ക് ഒരു മിനിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, പക്ഷേ അത് ചിലപ്പം എഴുത്തും ഫിലിം മേക്കിങ്ങുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സമയമായിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ അറിയാമായിരുന്നു ഇറ്റ് വിൽ കം അറൗണ്ട് 250 മേളിൽ 255 ഒക്കെ ഉള്ള ഒരു സിനിമ ആയിരിക്കും എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ അത്ര പ്രൊഫഷണലി ആണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ടൈമിങ് എഴുത്തിൽ നിന്ന് മുതൽ ടൈമിങ് അത് നോർമലാണോ ഇന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഒരു ഫുൾ ഡ്രാഫ്റ്റ് ഉള്ള സിനിമകളുണ്ടല്ലോ, ചില ഫുൾ ഡ്രാഫ്റ്റുമായിട്ട് സിനിമ പോകുന്നത്. ചില സിനിമകൾക്ക് നമുക്ക് ഒരു ഫുൾ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാവും, പിന്നെ ദെൻ ദേ കീപ്പ് ഓൺ റീവർക്കിംഗ് ഓൺ ലൊക്കേഷൻസ്, അങ്ങനെയൊക്കെ പോകുന്ന സിനിമകൾക്ക് വേറെ ആയിരിക്കും. പക്ഷേ ഫുൾ ഡ്രാഫ്റ്റുമായിട്ട് പോകുന്ന സിനിമകൾക്ക് പലപ്പോഴും നമുക്കൊരു എക്സാക്ട് ലെങ്ത് ടൈം ചെയ്ത് പറയാൻ പറ്റാറുണ്ട്. അല്ല, എത്ര പ്രൊഫഷണലി ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രീനിവാസനെ പറ്റി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അതായത് അദ്ദേഹം ഷൂട്ടിന് പോയിട്ട് അവസാനത്തെ സീനൊക്കെ ആദ്യം എഴുതും, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യും, എന്നിട്ട് ആദ്യത്തെ സീനൊക്കെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ സ്പോട്ടിൽ ഇരുന്ന് എഴുതുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നു? ലൈക്ക് താങ്കളുടെ POV ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് പുള്ളിക്ക് ആ സീൻ അറിയാഞ്ഞിട്ടല്ല. പുള്ളി ആ ലാസ്റ്റ് മിനിറ്റ് വരെ അതിനുള്ളൊരു ഇംപ്രവൈസേഷനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ആലോചിക്കാതെ വെറുതെ വന്നിരുന്ന സ്പോട്ടിൽ എഴുതുന്നതല്ല. there is an idea, there is a complete thing in his mind, in his brain it is already there. These people are very smart. അങ്ങനെ ഞാൻ കാണുന്നത്. കാരണം അവർ ലാസ്റ്റ് മിനിറ്റ് വരെ ട്വീക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്വീക്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ഒരു സാധനം ആക്കുന്നത് വരെ അവർ ഹാപ്പി ആവുന്നില്ല. അവിടെ നിന്നാണ് അവരതിനെ പുറത്തേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ശരിക്കും അപ്പോൾ എത്ര സമയം എടുത്ത് എൻ്റയർ മൂവി ആദ്യത്തെ ആ ഒരു ഐഡിയേഷൻ മുതൽ പിന്നെ റിസർച്ച് പറഞ്ഞു, പിന്നെ അതിനെ സ്റ്റോറി ആക്കി സംസാരിച്ചു, പ്രീ പ്രൊഡക്ഷൻ 2 ഇയേഴ്സിൻ്റെ സമയം. 2 ഇയേഴ്സിൻ്റെ സമയം. അപ്പോൾ ഈ ഒരു 2 ഇയേഴ്സിൽ ഏറെക്കുറെ എല്ലാ ദിവസവും
ശരിക്കും കലണ്ടറും ക്ലോക്കും ഒക്കെ ഇല്ലാത്തൊരു വർക്കല്ലേ, സമയം നോക്കാത്തൊരു വർക്കല്ലേ ഡയറക്ഷൻ അങ്ങനെ മൂവി എല്ലാ എന്നൊക്കെ പറയുമ്പോൾ? ദിവസവും നമ്മൾ ഇതുമായിട്ട് തന്നെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ റിസർച്ച് ചിലപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടാവും, അതിനകത്ത് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ വേറെ മറ്റ് കാര്യങ്ങൾ, പിന്നെ ഇതിനകത്ത് പ്രൊഡക്ഷൻ്റെ ചില ഓട്ടങ്ങളുണ്ടാവും. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതിനൊരു സാമ്പത്തികം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. വളരെ ഡ്രെയിനിങ് ആണോ, വളരെ കൺസ്യൂമിങ് ആണോ? ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നറേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പല സ്ഥലത്തും നറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. റിജക്ഷൻ വരും. ആ റിജക്ഷൻ എടുത്ത് നമ്മൾ അടുത്തതിലോട്ട് പോകും. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് ബിഫോർ കഴിഞ്ഞിട്ടാണ് റിലീസ് ആകുന്നത്. നമ്മൾ നേരത്തെ ഇത് ഓൺലൈൻ റിവ്യൂവിനെ പറ്റി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സാധാരണ റിവ്യൂസ് കാണലുണ്ടോ? ഇറങ്ങിയ റിവ്യൂസ് കണ്ടോ? ഉറപ്പായിട്ടും കാണും. കാരണം അത് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും അതിനകത്ത് ഫീഡ്ബാക്ക് എടുക്കും. പിന്നെ അതിനകത്ത് നമ്മൾ അഫക്റ്റഡും ആവും. കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇത് പിച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ച ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പൊളിറ്റിക്കലായിട്ടും ഡീപ്പായിട്ടും സോഷ്യൽ കൾച്ചറലി ഒക്കെ നിൽക്കുന്ന ഒരുപാട് ലേയേഴ്സ് നമ്മൾ ആ സംസാരിച്ച ടോപ്പിക്കുകളെ കുറിച്ച് ഒന്നും സംസാരിക്കാതെ വേറെ ടോപ്പിക്കുകളിലേക്കൊക്കെ ഇത് ഡിസ്കഷൻ മാറുന്നത് കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സ്വന്തം ഇമോഷൻസ് അത് വിട്ടുകളയാന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു ചെയ്തു വെച്ചതിനെ കുറിച്ച് നമ്മൾ പ്രൗഡ് അല്ലെങ്കിൽ, if you are not proud about that film, then there is a problem. If we are proud, നമ്മൾ അതിനകത്ത് ചെയ്തു വെച്ചതിനകത്ത് I am happy, okay, whatever the product is right now, okay, I am fulfilled with this thing. ഞാൻ ഈ ഫിലിം ചെയ്തതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അതിനകത്ത് ആളുകൾക്ക് എത്തുന്ന സമയത്ത് ആളുകൾക്കും കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്. പിന്നെ ഒരു വലിയ ജനതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. സോ ആ ടാസ്കിനെ ചിലപ്പോൾ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് കില്ല് ചെയ്യും. പക്ഷെ എന്നാലും എൻ്റെ അകത്തുള്ള ആ ഒരു ബിസിനസ് സ്ഥലത്ത് നിന്ന് ആ ഒരു ലാസ്റ്റ് സാധനം കൂടി നിലനിൽക്കുന്നുണ്ട്. വിച്ച് ROI-നെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വേർ ഇസ് ഇറ്റ് സ്റ്റാൻഡിംഗ് നൗ? ഐ അണ്ടർസ്റ്റാൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് കാരണം ഇതിനകത്തൊരു ഡിജിറ്റൽ ഡീൽ നടന്നിരിക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് എ റെക്കോർഡ് ഡീൽ, സോ വിച്ച് ഇസ് വെരി ഗുഡ് ഡീൽ. ആൻഡ് അവർക്കും ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും ആക്ച്വലി ദ ഫിലിം ഇസ് ഹാപ്പി വിത്ത് ദം. സോ ഇല്ല, പക്ഷേ എനിക്ക് ഇപ്പോഴേ താങ്കൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഓണസ്റ്റ്ലി എനിക്ക് കിട്ടുന്ന ഒരു വൈബ്. കാരണം 2-3 തവണ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ താങ്കൾ അത് പ്രൊഡക്ഷൻ്റെ സംഭവമാണെന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഡയറക്ടറിന് ഭയങ്കരമായൊരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട് എന്നും ഈ പൈസയുടെ കാര്യങ്ങളിൽ വലിയൊരു അക്കൗണ്ടബിലിറ്റി അത്രമാത്രം ഇല്ല എന്ന് തോന്നുന്നു. അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നല്ല, അങ്ങനെയാണെങ്കിൽ നല്ലതുമാണ്. അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നല്ല. നമ്മളുടെ ഇപ്പം ഞാനൊക്കെ എന്നെ പോലൊരു ഫിലിം മേക്കർ, ഞാൻ മനസ്സിലാക്കുന്നത് മുടക്കിയ തുക എന്താണോ അത് കിട്ടുമെന്ന് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അത് കിട്ടും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിനെപ്പറ്റി അതാണല്ലോ നമ്മളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ബട്ട് ഐ ഡോണ്ട് നോ, ലൈക്ക് ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി പ്രോഫിറ്റ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട്സും ഇന്ന് അങ്ങനെയൊക്കെ അല്ല, അങ്ങനെ അല്ല, എല്ലാം അങ്ങനെയല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയുന്നത് പ്രീ ബിസിനസ് ഡീൽ എന്ന് പറയുന്നത് ഇന്ന് പല പടങ്ങളിൽ കിട്ടുന്നില്ല. ബിസിനസ് ഡീൽ എന്ന് പറയുമ്പോൾ OTT സാറ്റലൈറ്റിന്റെയും അത് നടന്ന പടമായതുകൊണ്ട് there is a kind of a security. അതൊരു ഭയങ്കരമായ ഒരു ക്രിയേറ്റീവ് ഫ്രീഡവും സമാധാനവും പീസ് ഓഫ് മൈൻഡും ഒക്കെ തരുന്നുണ്ടാവില്ല. ആ സമയത്ത് ആ ഡീൽ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഓക്കെ, സംബഡി ഈസ് ദേർ, സം ബയേഴ്സ് ആർ ദേർ ടു ബൈ ദിസ്. സോ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ ഈസ് സംതിങ് വാട്ട് ക്രിയേറ്റർ എന്നുള്ള ലെവലിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ബേസിക്കലി സിനിമ ഒരു ലാർജർ പീപ്പിളിന് അക്സെപ്റ്റബിൾ ആകുമ്പോഴാണ് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദിസ് കോടി നമ്പറുകൾ, അതിൻ്റെ അങ്ങനത്തെ റിങ്ങിങ് അല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊരു ബാലൻസ് ആണ്. നമുക്ക് ഈ ആൾക്കാരിലേക്ക് എത്തിക്കണം, ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണം. അതേസമയം എന്നാൽ ഈ പൈസയുടെ കാര്യം പ്രൊഡക്ഷനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ മാത്രമല്ല കണ്ടന്റിനും റീസൺ ഉണ്ട്. കണ്ടന്റും നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു കൺവെൻഷണൽ കണ്ടന്റ് ഒന്നും അല്ലല്ലോ എടുക്കുന്നത്. അതെ 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 അതും അതിനകത്തൊരു ഒരു രീതിയാണല്ലോ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പേട്രിയോട്ടിൻ്റെ കഥ നമ്മൾ വിശദമായി സംസാരിച്ചു. പക്ഷേ താങ്കളെ പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ പണ്ട് ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് എന്താ അറിയുന്നത്, ഇങ്ങനെ ഒരു ഡയറക്ടറാണ്, ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ടേക്ക് ഓഫ് ഞാൻ കണ്ടിട്ടുണ്ട്. സി യു സൂൺ കോവിഡ് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റിൽ ആണ് ഞാൻ സി യു സൂൺ കണ്ടത്. അങ്ങനെ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയുന്നുള്ളൂ മനുഷ്യനാരാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഒബ്വിയസ്ലി ഐ ലുക്ഡ് ഇൻ ടു യു. അപ്പോൾ ഐ സി യു വാട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ചെയ്തതെന്നൊക്കെ കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്. ഇന്നിപ്പോൾ അത് എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ അതിനേക്കാളും പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സിനിമയെ പറ്റി മാത്രമല്ല, നാടിനെ പറ്റി, സൊസൈറ്റീനെ പറ്റി വളരെ ഒപ്പീനിയേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഗിവൺ ഓൾ ദാറ്റ്, എനിക്ക് താങ്കളുടെ ജീവിത
കഥയിലേക്കും കൂടി കുറച്ച് പോകണമെന്നുണ്ട്. പോഡ്കാസ്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മൾ വിളിക്കുന്നത് കേരള സ്മാർട്ടസ്റ്റ് പോഡ്കാസ്റ്റ് എന്നാണ്. കേൾക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതും ജീവിതത്തിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്മാർട്ടസ്റ്റ് മൈൻഡ്സിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ കേട്ടിട്ട് അത് ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് ജീവിതത്തിലേക്ക് എടുത്തിട്ട് സ്മാർട്ട് ആവുക, ബെറ്റർ ആവുക, എക്സൽ ചെയ്യുക, കിടിലമാകുക എന്നുള്ളൊരു സാധനമാണ്. സോ ഐ തിങ്ക് യുവർ സ്റ്റോറി ഹാസ് സർട്ടൻ തിങ്സ്. അപ്പോൾ അവിടേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് മനസ്സിലാകുന്നു. ഒരു ഡോക്ടർ കുടുംബമായിരുന്നു അല്ലേ? ഓക്കെ, റൈറ്റ്. ബ്രദർ ഡോക്ടറാണ്. അപ്പോൾ ഐ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ഫാദർ ഡോക്ടറായിരുന്നു. അപ്പോൾ ഐ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് വീട്ടിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് വളരെ അൺകൺവെൻഷനലി ഇന്ന് വേറെ എവിടെയോ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയിൽ എന്തോ ഒരു കഥയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് അതൊന്ന് സംസാരിക്കണം എന്നുണ്ട്. എനിക്ക് അല്ല, പെട്ടെന്ന് ചോദിക്കാനുള്ള 12th കഴിയുമ്പോൾ അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ നോർമലി ഒരു കൺവെൻഷണൽ പാത്തിലേക്ക്, ഡോക്ടറാണെന്ന് വിട്ടോ, എന്നാലും ഒരു കൺവെൻഷണൽ പാത്തിലേക്ക് പോകണം എന്നൊരു ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കാണും വീട്ടിൽ. പക്ഷെ അത് മാറി എന്തുകൊണ്ട് സിനിമ, എങ്ങനെ സിനിമ? അല്ല, സിനിമ നമ്മൾ ഇപ്പോൾ കഥ പറയാൻ, നമ്മളും കഥ കേൾക്കാനും കഥ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 രീതിയിൽ കഥകൾ പറയാനുള്ളൊരു താല്പര്യം വരുന്നു. പിന്നെ പഠിച്ച സ്കൂളിലും ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിലും ഇപ്പം ഞാനൊക്കെ പ്രീ ഡിഗ്രിയുടെ സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ആർട്സ് കോളേജിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ. എവിടെ പഠിച്ചത്? ആർട്സ് കോളേജാണ്, ട്രിവാൻഡ്രം. പിന്നെ നമ്മൾ ഡിഗ്രിയുടെ സമയത്തൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ സുഹൃത്തുക്കൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെ തള്ളി ഈ പറഞ്ഞ പോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതും. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല, സോറി ഞാൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് ഒന്നും കൂടി അറിയണം. കാരണം ഇത് അഗൈൻ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്. ഞാൻ പലപ്പോഴും കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈഫിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, കുറേ ഞാൻ സംസാരിക്കലുണ്ട്, ഞാൻ കുറേ പേഴ്സണലി ചിന്തിക്കലുണ്ട്. അപ്പോൾ ഈ ആൻസർ കുറേ കൂടി ഡെപ്തിൽ പോയാലായിരിക്കും എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്തായിരിക്കും, വാട്ട് വാസ് ദാറ്റ് ട്രിഗർ വിച്ച് മെയ്ഡ് യു തിങ്ക് ഡോക്ടർ പോട്ടെ, ഐ എം ഷുവർ അന്നും എഞ്ചിനീയറിംഗ് പോപ്പുലർ ആയിരിക്കും, അല്ലെങ്കിൽ റെഗുലർ UG PG അങ്ങനെ ലൈഫിനെ സെറ്റാക്കുന്ന റെഗുലർ ട്രാക്സ് ആണ്. ഞാനും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ബിടെക് പഠിക്കാനായിട്ട് ഇരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ചാടി വന്നു. എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഈ പിപ്പറ്റും ബ്യൂറോ കണ്ടിട്ട്. എനിക്കത് മനസ്സിലായി, ഇതൊക്കെ തീർന്നില്ല ഇതുവരെ നമുക്ക് തോന്നിയിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് ഞാൻ കുറച്ചു കാലം വീട്ടിലൊക്കെ പറയാതെ അവിടെയൊക്കെ കറങ്ങി നടന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ശേഷം വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായി. പിന്നെ my father was an engineer, so he wanted me to just get into some kind of a degree. അപ്പോൾ അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിലൊരു ലിറ്ററേച്ചർ ഡിഗ്രി ചൂസ് ചെയ്തെടുത്തു. അങ്ങനെ അവിടെ പോയി. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആഗ്രഹം സിനിമ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു സിനിമോഗ്രാഫി പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും സിനിമാറ്റോഗ്രഫി എന്നുള്ളത് ക്യാമറയോടുള്ള ഇഷ്ടത്തിൽ നിന്നായിരുന്നോ, അതോ അതൊരു കരിയറിലേക്ക് കൊണ്ടുപോകും, അത് ഫിലിമിലുള്ള അപ്പോൾ ഫിലിം എന്നുള്ള ഗ്ലാമർ ആയിരുന്നോ, ക്യാമറ എന്നുള്ള ഇഷ്ടമായിരുന്നോ? അത് ഓൾസോ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് ചെയ്തു പോയാൽ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, എത്ര പൈസ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു? ഈ പൈസയുടെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പൈസയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഓക്കെ, ഒരു എന്താ പറയുന്നത്, ഒരു കഥ, നമുക്ക് കഥ എന്ന് പറയുന്നത് ഒരു പടം, ആ ഫോട്ടോയിലൊരു കഥയുണ്ടല്ലോ. അപ്പം അതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ കുറച്ച് ഫോട്ടോസ് എടുത്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ ഒരു കഥ പറച്ചിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പം വിഷ്വൽ ആർട്ട് കുറച്ചുകൂടെ സീരിയസ് ആണ്. കാരണം ട്രിവാൻഡ്രത്തൊരു വലിയ ഒരു ഫിലിം സൊസൈറ്റി കൾച്ചറുണ്ട്. സോ വി യൂസ് ടു ഗോ ഒത്തിരി സ്ഥലങ്ങളിൽ, പ്രീ ഡിഗ്രി ഉള്ള സമയത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് സ്ക്രീനിങ്സ് നടക്കാറുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര ഫിലിം സൊസൈറ്റി ഉണ്ട്, ദെൻ ദെർ ഇസ് പലതരത്തിലുള്ള, ഇപ്പോൾ KSFDCക്ക് അകത്ത് നടക്കാറുണ്ട്. പിന്നെ ചില ഓഡിറ്റോറിയംസിനകത്ത് സൂര്യ ഫിലിം ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ഫിലിം ഫെസ്റ്റിവൽ, IFFK നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫെസ്റ്റിവൽസിനെല്ലാം പോയി തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്കൊരു ഈ വിഷ്വൽ ആർട്ടിനോടുള്ളൊരു താല്പര്യം വന്നു തുടങ്ങി. ഗ്രാജുവലി നമുക്ക് ഇത് പഠിക്കണം എന്നുള്ളൊരു, എല്ലാവർക്കും, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ചധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ, ചിലർക്ക് ഡയറക്ഷൻ ആയിരിക്കാം, ചിലർക്ക് റൈറ്റിംഗ് ആയിരിക്കാം, ചിലർക്ക് സിനിമോഗ്രാഫി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ താല്പര്യത്തോടു കൂടിയാണ് പലരും ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് പല സ്ഥലത്തോട്ടും പോകാനും ഒക്കെ നിൽക്കുന്ന സമയത്ത് ദെൻ ഐ ഓൾസോ സ്റ്റാർട്ടഡ് മൂവിങ് ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ വേർ
ഒരു എനിക്ക് തോന്നുന്നു തേർഡ് ടൈമാണ് എനിക്ക്, കാരണം അന്നത്തെ കാലത്ത് 3 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ ഇന്ത്യയിൽ മൊത്തത്തിൽ. കാരണം ദർ ലൈക്ക് പ്രൈവറ്റ് ഫിലിം സ്കൂൾസ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ബിക്കോസ് ഫിലിമിൽ തന്നെ പഠിക്കുന്നൊരു സമയമാണ്. ദർ വാസ് നോ ഡിജിറ്റൽ ദാറ്റ് ടൈം. ഐ എം ടോക്കിംഗ് അബൌട്ട് 2000 early 2000 early 2000 1 ആ സമയത്തൊക്കെ പറയും 2 ആ സമയത്ത്. സോ വാട്ട് ഈസ് അപ്പോൾ ആ സമയത്ത് FTA ഉണ്ട് പൂനെ, then there is SRFTA in Calcutta, then there is Adyar Film Institute in Chennai. അപ്പോൾ എങ്ങനെ അഡ്മിഷൻ കിട്ടേണ്ടത്? അത് എൻട്രൻസ് ഉണ്ട്, എൻട്രൻസ് എഴുതണം. പിന്നെ നമുക്ക് എൻട്രൻസ് എഴുതി നമ്മൾ പോയി, കാരണം സീറ്റ് വളരെ കുറവാണ്, 12 സീറ്റേ ഉള്ളൂ. ഒരു സിനിമോഗ്രാഫിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു 12 സീറ്റേ ഉള്ളൂ. ഓക്കെ. സോ ഐ വാസ് ഗിവൺ എഡിറ്റിംഗ്. എനിക്ക് സിനിമോഗ്രാഫിക്ക് അല്ല അഡ്മിഷൻ കിട്ടിയത്, എനിക്ക് എഡിറ്റിംഗ്. സോറി, അപ്പോൾ ഇതിന്റെ എൻട്രൻസ് എങ്ങനെയാണ്, എന്താണെന്ന്? എൻട്രൻസ് ബേസിക്കലി ലൈക്ക് എന്താ പറയുന്നത്, നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡൊക്കെ അറിയാവുന്ന രീതിയിലൊരു നമ്മളെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ പോലെ തന്നെ ഒരു എൻട്രൻസ് ആണ്. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ then there is an interview, then there is an orientation. നമ്മളെ ഒന്ന് മനസ്സിലാക്കും. ഓറിയന്റേഷൻ ടീമാണ് നമ്മളെ ഫാക്കൽറ്റി ഡിസൈഡ് ചെയ്യുന്നത്, വിച്ച് ഡിപ്പാർട്ട്മെന്റ് യു വോണ്ട് ടു ഗോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഡിഫിക്കൽട്ടായി ആ സമയത്ത് ആ ടൈമിൽ ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പോൾ എന്തുകൊണ്ട് കിട്ടിയെന്ന് തോന്നുന്നു? ഐ ഡോണ്ട് നോ എനിക്ക് എന്തുകൊണ്ട് എഡിറ്റിംഗ്. കാരണം ഞാൻ സിനിമോഗ്രാഫി ഓപ്റ്റ് ചെയ്ത ഒരാൾക്ക് എഡിറ്റിംഗ് ആണ് അഡ്മിഷൻ തന്നത്. സോ അതുപോലും കിട്ടണമെങ്കിൽ പോലും സ്റ്റാറ്റിസ്റ്റിക്കലി ഭയങ്കര പാടാണല്ലോ. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. നോളജ് ഉണ്ടായത് കൊണ്ടാണോ? അല്ലല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഐ ഡോണ്ട് റിമെമ്പർ ദീസ് ആൻസേഴ്സ്. ഇപ്പോൾ എന്ത് ആൻസറാണ് അവിടെ പറഞ്ഞത്? There was Balu Mahendra sitting before me and who was interviewing me. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നോ എന്താ പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. എഡിറ്റർ ലെനിൻ സാർ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് സമയത്ത്. ദെൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു എഡിറ്റിംഗ് ആണ് കിട്ടിയത്. എഡിറ്റിങ്ങിന് അതുവരെ എനിക്ക് എഡിറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു ധാരണയൊന്നും, എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഇറ്റ് ഈസ് വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് അറിയാമെന്നുള്ളതല്ലാതെ അന്ന് ഈ കമ്പ്യൂട്ടർ എഡിറ്റിംഗ് ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ ലൈക്ക് അനലോഗ് എഡിറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും അടുത്ത വർഷം വീണ്ടും ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് സിനിമോഗ്രാഫി അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ള നിൽക്കുന്ന സമയത്താണ് അത് കുറച്ച് സുഹൃത്തുക്കൾ ഫിലിമിലുള്ള അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇന്നും പോപ്പുലറായിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ് അവരെല്ലാവരും. അപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ തള്ളിവിടുകയാണ്, ഇത് പഠിക്കാൻ പോകും, കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും ഒരു രസമായിട്ടുള്ളൊരു കരിയർ എന്ന് പറയുന്നത് കരിയറായിട്ടല്ല പറയുന്നത്, ലൈക്ക് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടും, ലൈക്ക് യു ക്യാൻ ലേൺ എ ലോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിവിടുന്നു. അങ്ങനെ ദെൻ ഐ വെൻറ്റ് ഇൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ദെൻ അവിടെ വെച്ചിട്ട് കിട്ടുന്ന കുറച്ച് എനർജിയും ആളുകളും അവരുടെ എസൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇയർ ഇസ് കൈൻഡ് ഓഫ് എൻ ഓറിയൻറ്റേഷൻ ഇൻ എവറി ഇൻസ്റ്റിറ്റ്യൂട്ട്. ബേസിക്കലി ഒരു ജനറൽ ക്ലാസ് ആണ്. എവറി ഡിപ്പാർട്ട്മെന്റ് സിറ്റ്സ് ഇൻ വൺ റൂഫ്. അങ്ങനെയാണ്. സെക്കൻഡ് ഇയർ തൊട്ട് സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഐ സ്റ്റാർട്ട് വർക്കിംഗ് ആസ് ലൈക്ക് ഒരു അസിസ്റ്റ് ചെയ്ത് തുടങ്ങി പല എഡിറ്റേഴ്സിൻ്റെ കൂടെ. ആൻഡ് ദെൻ ഐ തിങ്ക് 2005 ഐ സ്റ്റാർട്ടഡ് എഡിറ്റിംഗ് എൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ എഡിറ്റ് ചെയ്തത് രാത്രി മഴ എന്നാണ്. അതെങ്ങനെ കിട്ടിയ ഫസ്റ്റ് പ്രോപ്പർ ജോബ് എങ്ങനെ കിട്ടിയത്? ജോബ് അതായത് ഞാൻ ഐ ഹാഡ് ദിസ് ഞാൻ കുറച്ച് തിയേറ്റർ ഗ്രൂപ്പായിട്ടൊക്കെ അസോസിയേറ്റഡ് ആയിരുന്നു, ലൈക്ക് ഫോർ ഡൂയിങ് സം വോളണ്ടറി വർക്കൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ലെനിൻ സാറിനെ എനിക്കങ്ങനെ ലെനിൻ്റെ പരിചയം ഉണ്ടായിരുന്നു. സോ ദെൻ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എഡിറ്റിംഗ് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സോ ദാറ്റ് ഫിലിം വാസ് സപ്പോസ് ടു ബി എഡിറ്റഡ് ബൈ അനദർ ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഹി ഷെയർസ് ദ കോ എഡിറ്ററുടെ ടൈറ്റിലുണ്ട്. സോ പുള്ളി സീനിയറാണ്. അപ്പോൾ പുള്ളിക്ക് കുറച്ച് കാലത്തേക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഈസ് എ റെപ്യൂട്ടഡ് എഡിറ്റർ ആൻഡ് ആ ഡയറക്ടറുമാണ് ഇന്ന്. സോ ആ ബ്രേക്കിൻ്റെ സമയത്ത് ആ പെർട്ടിക്കുലർ സമയത്ത് ഞാനത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കുറച്ച് സമയം. So and this he's a veteran director, so he liked my approach and my way of working and everything. And then finally ഒരു ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ആ പടം ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പ് തന്നെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങി ആൻഡ് ഡോക്യുമെൻ്ററീസ് എഡിറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 24-25 വയസ്സിൽ തന്നെ വളരെ ഈസിലി ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ പറ്റിയ ഒരു മൂവി എഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇന്ന് കുറേ ആസ്പിറൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ കയറണം എന്ന് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ താങ്കളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പ്രോപ്പർലി പഠിച്ചത് കൊണ്ട് എൻട്രി ഈസിയായി, അതുകൊണ്ട് കയറാൻ പറ്റിയ അങ്ങനെ പറയുന്നില്ല. അങ്ങനെയല്ല ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു.
പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക, ഞാൻ ആ സെക്കൻഡ് ഇയർ തൊട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. പല രീതിയിലുള്ള വർക്കുകൾ എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് ശരിക്കും ഗുണമുണ്ട്. ഇപ്പോൾ അനുരാഗ് കശ്യപ് ഒക്കെ പറയുമല്ലോ, നമ്മൾ പോയി പഠിക്കേണ്ട സാധനമല്ല സിനിമ, ചെയ്ത് പഠിക്കണം. പല രീതിയിലുണ്ട്. ഞാൻ പറയുന്നത് അത് രണ്ട് തോട്ടിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫാക്കൽറ്റി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ എക്യുപ്മെൻറ്റ്സ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഇൻഫ്രാസ്ട്രക്ചർ, ലൈബ്രറി ഒന്നുമല്ല. പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദി അലുമിനി, നമ്മൾ പറഞ്ഞ ആ ഫ്രണ്ട്സ്, നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരുമായിട്ട് നമ്മൾ ഇന്നും ഷെയർ ചെയ്യുന്ന. ഇപ്പം ഈ പടം PTയുടെ ഷൂട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ബാച്ച്മേറ്റ് തന്നെയാണ്. സോ വി ഗോ ലോങ്, അന്ന് തൊട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇമോഷണൽ ബോണ്ട് എപ്പോഴും ഉണ്ട്. ബേസിക്കലി ഗ്രേറ്റ്നെസ് ഡീകൺസ്ട്രക്ട് ചെയ്താലാണ് ഞാൻ ഉദ്ദേശിച്ച ആ വാല്യൂ ഓഡിയൻസിന് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എന്തായിരുന്നു തോട്ട് പ്രോസസ്സ്, എങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാണ് എന്ത് അച്ചീവ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, തിരുവനന്തപുരത്തുള്ള ആ ഒരു ജീവിതവും ആ ഒരു ഫ്രണ്ട് സർക്കിളും അന്ന് കിട്ടിയ എക്സ്പോഷറും അവിടെ ഉണ്ടായിരുന്ന ഫിലിം ഇവന്റ്സും അതെല്ലാം പോയി. അപ്പോൾ ആ ഫ്രണ്ട്സിനിടയിൽ അതൊരു കഥയായി മാറി, നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഒരു ആഗ്രഹമായി മാറി. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്. അടുത്തത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് 24-25 ഇയേഴ്സ് ഓഫ് ഏജിൽ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് കയറി. ആ കയറിയ കയറ്റത്തിൽ നിന്നാണ് പിന്നീട് ഒരു 11 വർഷം നീണ്ടു നിന്ന എഡിറ്റിംഗ് കരിയർ, അതിൽ നിന്ന് ഡയറക്ടറായി. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയി, അല്ലെങ്കിൽ അത് പിവറ്റലായി, ഒരു പിവറ്റൽ മൊമെന്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്ന് കുറേ അധികം ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു എൻട്രൻസ് പോയിന്റ് ആണ് അത്. അപ്പൊ ഇന്നുള്ളവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നു? അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ളവരാകാം, അല്ലാത്തവരാകാം, അന്നത്തെ സമയത്താണെന്ന് ബുദ്ധിമുട്ട് കുറച്ചുകൂടെ. കാരണം അന്ന് ഞാൻ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന സമയത്ത് ആകെ ഒരു 15-16 എഡിറ്റേഴ്സേ ഉള്ളൂ മൊത്തം. കാരണം ബിക്കോസ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ആളെ ഒന്നും ഏൽപ്പിക്കുന്ന ജോലിയൊന്നും അന്നില്ലായിരുന്നു. ഭയങ്കര വലിയ പാടായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ടാലൻറ്റ് നമുക്ക് ഒരു സ്കില്ല് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് നമുക്ക് ഫോണിലും എഡിറ്റ് ചെയ്യാം, ഐപാഡിലും എഡിറ്റ് ചെയ്യാം, ലാപ്ടോപ്പിലും എഡിറ്റ് ചെയ്യാം. എല്ലാവർക്കും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് നമുക്കൊരു മാക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒരു ആപ്പിൾ ലാപ്ടോപ്പൊക്കെ അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഇൻ്റൽ മാക്കൊന്നും അല്ല, ഞാൻ പറയുന്നത് ഈ G4, G3, G5 ആ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. അല്ല, അപ്പോൾ ഇന്ന് ആക്സസ് ഉണ്ട് എന്ന് പറയുമ്പോഴും അത് വെച്ചിട്ട് ആൾക്കാർ ഇപ്പോൾ ഒരു എഡിറ്റർ ആവണമെങ്കിൽ, എഡിറ്ററായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കയറണമെങ്കിൽ എന്താണ് പറയുന്നത്, സ്വന്തമായിട്ട് സാധനങ്ങൾ ചെയ്തിട്ട് പക്ഷെ എന്നാലും ആരിലേക്കെങ്കിലും എത്തിക്കുകയും ബ്രേക്ക് കിട്ടണ്ടേ? അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് എഡിറ്റർ ജോബ് എന്നുള്ള ലെവലിലല്ല ഞാൻ അതാണ് ബേസിക്കലി ഇപ്പം നമ്മൾ കാണുന്ന ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ, ദീസ് പീപ്പിൾ ഐ റെസ്പെക്ട് ഓൾ ദീസ് പീപ്പിൾ. കാരണം അവരെല്ലാവരും ഇപ്പം എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, ഈ യൂട്യൂബേഴ്സ് സിനിമയിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പോപ്പുലാരിറ്റിയാണ്, അവർക്ക് ഭയങ്കര. ഞാൻ പറയുന്നത് അവരൊരിക്കലും ഡെബ്യൂട്ടൻസ് അല്ല. ബിക്കോസ് they are doing their stuff for a longer time period. ഒരു വർഷം 2 വർഷമൊക്കെ എടുത്ത് അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അവരുടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ മനസ്സിലാക്കി വളരെ ചെറുതും ഫാസ്റ്റുമായിട്ടുള്ള ഫീഡ്ബാക്ക് സൈക്കിൾ ബെറ്റർ ആക്കുക. സിനിമയ്ക്ക് അത് പറ്റില്ല. സിനിമയ്ക്ക് അത് പറ്റില്ല. ആ ഒരു സംഭവത്തിൽ നിന്ന് അവർ അതിനകത്ത് നിന്ന് വളർന്ന് അതിനകത്ത് ഡൗൺഫോൾ ഉണ്ടായി. ആ ഡൗൺഫോളിൽ നിന്ന് പഠിച്ച് പിന്നെ കാര്യങ്ങളിൽ വന്ന് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്നുള്ള ആക്സസും സോഷ്യൽ മീഡിയ എന്നുള്ള മീഡിയവും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ഉണ്ടാക്കുക, യു വിൽ ഗെറ്റ് സ്പോട്ടഡ്, യു ക്യാൻ ബ്രേക്ക് ഇൻ ടു ദ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതിനുള്ള പ്രൂഫ് എല്ലാ കാലത്തും മലയാളം തന്നെ ഒരു വലിയ എന്താ പറയുന്ന ഒരു സിനിമ മാത്രമല്ലല്ലോ അൾട്ടിമേറ്റ്. അല്ലാതെ തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പോപ്പുലറായിട്ടുള്ള മീഡിയത്തിൽ നിൽക്കുന്ന സിനിമയെക്കാളും കൂടുതൽ പതുക്കെ വേറെ തലത്തിലുള്ള മീഡിയത്തിലോട്ട് മാറുന്നു എന്നുള്ളൊരു അവസ്ഥയും കൂടെ നമ്മളിന്ന് കാണുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ 24-ാമത്തെ വയസ്സിൽ എഡിറ്ററായി തുടങ്ങിയിട്ട് ഒരു 11-12 വർഷത്തോളം എഡിറ്ററായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഒരു മൊമെന്റ് ഉണ്ടായി കാണുമല്ലോ, എൻ്റെ കരിയർ മാറി തുടങ്ങി, വേറൊരു ട്രജക്ടറിയിൽ ഒരു ടാൻജന്റിൽ പോയി തുടങ്ങി, ഐ ഹാവ് മെയ്ഡ് ഇറ്റ്, ഐ ഹാവ് അറൈവ്ഡ് എന്ന് ഫീൽ ചെയ്തൊരു മൊമെന്റ് ഉണ്ടായല്ലോ, അത് എങ്ങനെയാണ് സംഭവിച്ചത്? അങ്ങനെ അറൈവ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഞാൻ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, ഇഷ്ടമുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യുക. ആ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം എന്താ പറയുന്ന റെസ്പോൺസിബിലിറ്റി കിട്ടി തുടങ്ങുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഹൈ കിട്ടി തുടങ്ങുന്നു, ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കിട്ടി തുടങ്ങുന്നു. ആദ്യമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വി യൂസ് ടു സിറ്റ് വിത്ത് ദ ഡയറക്ടർ ഓൾവേസ് കോൺസ്റ്റൻ്റ്ലി ആൻഡ് ഡു ദ കട്ട്സ് ആൻഡ് എവറിത്തിങ്. പിന്നീട് ഫസ്റ്റ് കട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട്
പിന്നീട് അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് മാറി തുടങ്ങി. ദെൻ നൗ ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും ദെൻ ഓൾ സോർട്ട് ഓഫ് ഫിലിംസ്, ഇപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം സിനിമ, പാരലൽ സിനിമ, അല്ലെങ്കിൽ കുറച്ച് മിഡ് സ്ട്രീം സിനിമ, ഡോക്യുമെൻ്ററീസ്, അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡ് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫീൽ ലൈക്ക് ഒരു സാച്ചുറേഷൻ എത്തുമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ആ സമയത്ത് there was also a turning point in Malayalam cinema where Malayalam filmmakers were also trying to push a little. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ സമയത്ത് രാജേഷ് പിള്ള, he was a very kind of a mentor to me, like കാരണം ഞാൻ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ് തൊട്ടുള്ള സുഹൃത്താണ് അദ്ദേഹം. സോ ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്ന വ്യക്തിയാണ്. അപ്പം സോ ഈസ് നോ മോർ നൗ വിത്ത് us now. സോ ഹി യൂസ് ടു ഗൈഡ് ലൈക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ട്രാഫിക്കിൻ്റെ സമയത്ത് he called me as an editor and then അതിൻ്റെ സ്ക്രിപ്റ്റ് ലെവൽ തൊട്ടുള്ള ഇൻവോൾവ്മെന്റ് വർക്ക് ചെയ്ത് തുടങ്ങി. ട്രാഫിക് ഒക്കെ ആണല്ലോ ശരിക്കും മലയാള സിനിമയുടെ ഒരു പുതിയ വേവിന്റെ തുടക്കം എന്ന് പറയുന്ന സാധനം. ട്രാഫിക് ആക്ച്വലി ഒരു ഫസ്റ്റ് വേവിന്റെ, ഈ പറഞ്ഞ ന്യൂ വേവിന്റെ ഫസ്റ്റ് വേവിന്റെ പാർട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പല വേവുകളുണ്ടായി, പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടായി. അപ്പോൾ ആ സമയത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് എൻ്റെ കുറച്ച് റൈറ്റർ ഫ്രണ്ട്സ് സുഹൃത്തുക്കളായിട്ട് മാറി. ആൻഡ് ദെൻ ഐ മൂവ്ഡ് ഇൻ ടു അവരുടെ സിനിമകൾ കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ മെയിൻ സ്ട്രീമും മിഡ് സ്ട്രീമും വന്നു തുടങ്ങി. കാരണം കുറച്ചുകൂടെ മിഡ് സ്ട്രീം സിനിമകൾ പോപ്പുലറായി തുടങ്ങി മലയാളത്തിൽ. അല്ലേ, എന്നാലും ഞാൻ ഈ അറൈവ്ഡ് അല്ലെങ്കിൽ മേഡ് ഇറ്റ് ബിഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വിശ്വരൂപം പോലെ, അല്ലെങ്കിൽ ട്രാഫിക് എനിക്കറിയില്ല എത്രമാത്രം ബഡ്ജറ്റും കമേഴ്ഷ്യലി താങ്കൾക്കും എത്ര പേയിങ് ആയിരുന്നു എന്ന്. ഞാൻ അഗെയിൻ ബീയിങ് മീ, മോണിറ്ററി സെൻസിൽ ചിന്തിക്കാനാണെങ്കിലും ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ചെറിയ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ചെറിയ ബാനറുകളിലുള്ള പ്രൊജക്റ്റുകളോ ചെയ്യുമ്പോൾ യു മൈറ്റ് നോട്ട് ഹാവ് ബീൻ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. പക്ഷേ ഏതോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വിശ്വരൂപത്തിൽ വർക്ക് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ പോലുള്ള വലിയ പ്രൊജക്റ്റുകളിലേക്ക് പോയപ്പോൾ ചിലപ്പോൾ ഐ എം അസ്യൂമിങ് പേ ചെക്ക് വലുതായിട്ട് ഉണ്ടാകുമെന്ന്. ഇല്ല, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എക്സ്പീരിയൻസ് ആൻഡ് ദ കൈൻഡ് ഓഫ്. ഇപ്പോഴാണ് ആ പേ ചെക്കുകളൊക്കെ മാറി തുടങ്ങിയത്. പണ്ടൊന്നും അങ്ങനത്തെ ഒരു പേ ചെക്കിന്റെ മാറ്റമൊന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. വിശ്വരൂപത്തിലേക്ക് പോയപ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് ലാംഗ്വേജ്, അതുകൊണ്ടുള്ള ഒരു ചെറിയ മാത്രമുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഭയങ്കര നമ്മൾ അങ്ങനെ ഒരു വലിയ സംഭവം അങ്ങനെ കാണുന്നില്ല. ആൻഡ് മോറോവർ ഞാൻ അതിനകത്ത് എൻ്റെ അസറ്റായിട്ട് കാണുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ അസിസ്റ്റൻസിന് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 12-13 പീപ്പിൾ ഹു ആർ വിത്ത് മീ ബിക്കേം എഡിറ്റേഴ്സ്. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. വെരി നൈസ്. അപ്പോൾ അതുകൂടി മനസ്സിലാകുമ്പോൾ അടുത്തന്നെ നമുക്ക് പോകേണ്ടത് 2017 ഈ 11 വർഷങ്ങളുടെ ഈ ഒരു എഡിറ്റിംഗ് കരിയറിന് ശേഷം താങ്കൾ ഡയറക്ടറിന്റെ ഹാറ്റ് ഇടുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതും ഒരു വലിയൊരു പിവറ്റൽ മൊമെന്റ് ആണ് കരിയറിൽ. അതായത് ഒരു എഡിറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുറിയുടെ അകത്ത് ഇരുന്ന് ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. അധികം ഒരു പീപ്പിൾ മാനേജ്മെന്റോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഒരു ഡയറക്ടർ ആകുമ്പോൾ ഗെയിം കംപ്ലീറ്റ്ലി മാറുകയാണ്. കുറെ മനുഷ്യരെ മാനേജ് ചെയ്യലായി പ്രൈമറി ജോബ് ഓൺ ടോപ്പ് ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി. പിന്നെ കുറെ അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്, പ്രൊഡക്ഷന്റെ അക്കൗണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ. അപ്പോൾ ആ ഒരു പിവറ്റ് എങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് ഞാൻ അതിനു മുമ്പ് ഒരു പടം എഴുതിയായിരുന്നു. ഐ ഫ്രം എഡിറ്റിംഗ് ഐ സ്വിച്ച് ടു റൈറ്റിംഗ് ബിക്കോസ് അഗെയിൻ രാജേഷ് പിള്ള വാസ് ഇൻസിസ്റ്റിംഗ് മീ ടു റൈറ്റ് വൺ ഫിലിം. അങ്ങനെ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ മിലി എന്ന് പറഞ്ഞൊരു പടം ഞാൻ എഴുതി. അമല പോൾ ആൻഡ് നിവിൻ പോളി അഭിനയിച്ചൊരു പടം. ഇറ്റ്സ് എ വെരി ഫീമെയിൽ സെൻട്രിക് ഫിലിം. സോ അത് കഴിഞ്ഞിട്ട് ഐ വാസ് ട്രൈങ് ടു ഒരു പടം ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പലപ്പോഴായിട്ട് പല പ്രോജക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്നു, പല രീതിയിൽ സംസാരിക്കുന്നു. ആക്ച്വലി അതൊന്നും അങ്ങനെ മൗണ്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, നിങ്ങളടക്കമുള്ള ചിലപ്പം മനസ്സിലാക്കുന്നത് ചിലപ്പം എഡിറ്ററായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും ഡയറക്ടറായിട്ട് മാറാൻ. അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഐ എം അഗെയിൻ അത് അവിടെ നമ്മളൊരു ഒരു ന്യൂ കമർ വരുന്ന പോലെ തന്നെയാണ് ആ സ്ട്രഗിൾ എല്ലാം അനുഭവിച്ച്. അപ്പോൾ ആ അംബീഷൻ എവിടെ നിന്നാണ് വന്നത്? അത്രയും എഡിറ്റ് ചെയ്തു, റൈറ്റർ ഐ അണ്ടർസ്റ്റാൻഡ്, ആ ഒരു പുറത്തുനിന്നുള്ള ഇൻസ്പിറേഷനിൽ നിന്ന് ചെയ്തു. പക്ഷെ ഡയറക്ടർ ആകണമെന്നുള്ള ഒരു ആഗ്രഹം വരുമ്പോഴാണല്ലോ, ആഗ്രഹം എങ്ങനെയാണ്? അത് നമുക്കെപ്പോഴും ഒരു പടം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കുറേ സംഭവിച്ചു പോകും. അപ്പോൾ ആ സംഭവിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു സിനിമ ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ ഒരു ആശയം ഉണ്ടാവുന്ന സമയത്ത് ഓക്കെ, അതും അഗെയിൻ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ്. ആൻഡ് ദെൻ കുറച്ച് മനുഷ്യരുടെ പ്രശ്നം, കുറച്ച് ഹ്യൂമൻ സ്റ്റോറീസാണ് എപ്പോഴും താല്പര്യം എനിക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ആ ഒരു സ്റ്റോറി പറയണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനും അഗെയിൻ ദ സെയിം പ്രൊഡ്യൂസർ ആൻഡ്രൂ ജോസഫ് കെയിം ഓൺ ബോർഡ് ആൻഡ് സെഡ് ഓക്കെ, ഐ ഹാവ് ട്രസ്റ്റ് ഇൻ യു, ലൈക്ക് ലെറ്റ്സ് മേക്ക് ദിസ് ഫിലിം. ബിക്കോസ് അതും അന്നത്തെ സമയത്ത് ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് എ സർവൈവൽ ഫിലിം വിച്ച് ബാക്ക് ഇൻ 2017 ഇറ്റ് വാസ്
ലൈക്ക് നമുക്ക് ഇറാഖ് പോലത്തെ ഒരു ടെറൈൻ കാണിക്കണം, ദ റെസ്ക്യൂ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് എ വെരി ലിമിറ്റഡ് ബഡ്ജറ്റ്, വളരെ മിനിമൽ ആയിട്ടുള്ള But എന്നിട്ടും കൊമേഴ്ഷ്യലി വളരെ വലിയ സക്സസ് ആയി. സക്സസ്ഫുൾ ആയിരുന്നു അത് പടം. വലിയ സക്സസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് നമ്മൾ ഈ മറ്റേ കോടി നമ്പർ പറയുന്നത്, ഇറ്റ് വാസ് സക്സസ്ഫുൾ, അങ്ങനെ ഒരു സംഭവം. അപ്പം എന്നാലും അപ്പൊ ആ ഒരു ഡയറക്ഷൻ എന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു ക്രാഫ്റ്റിലേക്ക് പോയപ്പോ ഐ എം ഷുവർ എന്തായാലും കുറെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, കുറെ കണ്ടിട്ടുണ്ടാവും, അത്രയും നാളെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് യു നോ വാട്ട് ഡയറക്ഷൻ ഇസ്. എന്നാലും അതിലേക്ക് പോയപ്പോൾ എന്തെങ്കിലും റിയാലിറ്റി ചെക്സോ എന്തെങ്കിലും ലെസൺസോ അല്ലെങ്കിൽ നെട്ടിയ മൊമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിരുന്നോ ഡയറക്ടർ എന്നുള്ള റോളിലേക്ക് മാറാൻ? ഞാൻ പറയുന്നത് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണല്ലോ ഇത് പോകുന്നത്. അപ്പം ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഈ സിനിമ തീർക്കണം, ആ സിനിമയ്ക്കുള്ള റിലീസ് ഡേറ്റ്, മറ്റു കാര്യങ്ങൾ, അതിൻ്റെ അഗെയിൻ അതിൻ്റെ ലോജിസ്റ്റിക് ഇഷ്യൂസ്, അതിനും ഇതുപോലെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം വേറെ പുറത്തുള്ളൊരു ടെറൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ ഇപ്പം ആ സമയത്ത് വിശ്വരൂപത്തിൻ്റെയൊക്കെ എഡിറ്റിംഗ് കഴിഞ്ഞു. സോ എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ ഞാനൊരു ഏതാണ്ട് ഒരു സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടറെ പോലെ വർക്ക് ചെയ്തിരുന്നു ഇൻ ദാറ്റ് ഫിലിം. സോ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് വളരെ ഹെൽപ്ഫുൾ. കാരണം ഇപ്പോൾ വലിയ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സ് പറയുന്ന ഒരു വിഷയമുണ്ട്, ആ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒപ്പമോ അതിനേക്കാളും ഡിഫിക്കൽട്ടുമാണ് ആ ഓർഗനൈസേഷൻ, അത്രയും മനുഷ്യരെ മാനേജ് ചെയ്യില്ല. പീപ്പിൾ മാനേജ്മെന്റ് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയും. അതുകൊണ്ടാണ് ഞാനിത് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചത്. കാരണം ഒരു എഡിറ്റർ മോസ്റ്റ്ലി ഒരു പീപ്പിൾ മാനേജർ അല്ല, എന്നാൽ ഡയറക്ടർ ഒരു ഹെവി പീപ്പിൾ മാനേജർ ആയിരിക്കണം. അപ്പോൾ എഡിറ്ററും പീപ്പിൾ മാനേജ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം നമ്മളത് പുറമെ കാണാത്തതുകൊണ്ടാണ്. കാരണം ടീം ഓഫ് എഡിറ്റേഴ്സ് ഒക്കെ ആവുമ്പോൾ ടീം ഓഫ് എഡിറ്റേഴ്സ് അല്ല, ഞാൻ പറയുന്നത് വേറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ VFX-ന്റെ സംഭവങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ DI അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നെ പ്രൊഡ്യൂസറോട് നമ്മൾ ആൻസറബിൾ ആണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് പീപ്പിൾ മാനേജ്. പക്ഷേ ഡയറക്ടർ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ ക്രൂ ആയിരിക്കും, ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഡിസിപ്ലിനിലുള്ള ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. ഒരുപാട് സംഭവങ്ങളുണ്ടാവും. വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ്ഡ് ആയിരുന്ന ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ടേക്ക് ഓഫ് മാത്രമല്ല, പിന്നീട് നോക്കുകയാണെങ്കിലും മാലിക് ആണെങ്കിലും സിയു സോൺ കുറെ കോണ്ടെക്സ്റ്റിലാണ്, അറിയിപ്പ് അഗൈൻ, അപ്പോ അഗൈൻ ഇപ്പോ പേട്രിയറ്റ് ആണെങ്കിലും. അപ്പോൾ റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ്ഡ് മൂവീസ് ചെയ്യണം എന്നുള്ളത് ഒരു തിങ് ആണോ, ആക്കുന്നതാണോ? പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, എവിടെയോ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു ചില ഇൻസിഡൻസ്. അപ്പോൾ അത് നമുക്ക് കഥയാക്കാൻ പറ്റും, അതിനകത്തുനിന്നൊരു ഫിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ ഒരു നമ്മൾ ഹൈ കിട്ടും, നമുക്കൊരു ഒരു രസം ഉണ്ടാവും. ഓക്കെ, ഇത് കൊള്ളാമല്ലോ, ഒരു രസമുണ്ടല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അതാണ് ഒരു ഹൈ അവിടെ വരുന്നത്. അതുപോലെ ഈ മിഡ് സ്ട്രീം ഡയറക്ടർ എന്നുള്ളൊരു സംഭവം പലതവണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് ലൈക്ക് ഞാനങ്ങനെ ഒരു ഭയങ്കര മസാല സിനിമ ഫിലിം മേക്കർ അല്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ അങ്ങനെ ഇൻഡീസ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും ഞാൻ ഈ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു മിഡ് സ്ട്രീമിൽ നിൽക്കാനാണ്. കാരണം വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അത് കവർ ചെയ്യുക. ആൻഡ് ലൈക്ക് പ്രോഫിറ്റിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ഉണ്ടാവും, ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ആണെങ്കിലും അത് പ്രോഫിറ്റബിളായിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു വേറെ തരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. കാരണം കുറച്ച് ഫെസ്റ്റിവൽസിലൊക്കെ സിനിമ പോവുക, പിന്നെ കുറച്ചുകൂടെ വേറെ തരം വിസിബിലിറ്റീസ് ഉണ്ടാവുക, അതൊക്കെ നമുക്കും അടുത്തൊരു സ്റ്റെപ്പ് കിട്ടുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രോപ്പർലി ഇൻഡി പോകാത്തത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ റീച്ച് കുറയുമെന്നുള്ളത് കൊണ്ടാണോ ഇൻഡി? അല്ല, ഇൻഡി ഇപ്പം അറിയിപ്പ് വാസ് മോസ്റ്റ്ലി an indie film, and because it opened in Locarno Film Festival, and then festival oriented film ആയിരുന്നു. Later it got acquired by Netflix. വെരി നൈസ്. അപ്പോൾ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻഡിങ്ങിലേക്ക് വരാം. അപ്പോൾ അവിടെ തീരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതിൽ ഒരു മെയിൻ വിഷയം, ഇപ്പോൾ പൊതുവേ ഒരു കൺസെൻസസ് നാഷണലി ഇന്റർനാഷണലി പോലും പറയപ്പെടുന്നത് മലയാള സിനിമ അടിപൊളിയാണ്, പീക്കിലാണ്, ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ വേറെ ഏതോ ലെവലിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഡു യു അഗ്രി ടു ദാറ്റ്? അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തോന്നുന്നു? ബിക്കോസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് പറയാനുള്ളൊരു ധൈര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ധൈര്യമാണ് ആ ധൈര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ, ഇപ്പോൾ അങ്ങനെ കോർപ്പറേറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ല. ഇപ്പം അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, കോർപ്പറേറ്റ്സ് ഇൻവോൾവ് ചെയ്ത സിനിമകൾക്കും നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞാൽ ഒത്തിരി ടു മെനി കുക്സ് കാണ്ട് മേക്ക് എ ഡിഷ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ഷെഫായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ധൈര്യം രണ്ട് സൈഡിൽ നിന്ന് വരാമല്ലോ. ഒന്ന്, ഓഡിയൻസ് വെൽക്കമിങ് ആണെങ്കിൽ ധൈര്യം വരാം. രണ്ട്, കോസ്റ്റ് കുറവാണെങ്കിലും ധൈര്യം വരാം. വലിയ ചിലവില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കരൺ ജോഹർ ഇടയിൽ പറഞ്ഞിരുന്നു, കേരളത്തിലെ ടെക്നീഷ്യൻസിന്റെ സാലറി ഭയങ്കര കുറവാണ്, കേരളത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നത് വേണം, അവിടെ ഒരു ദിവസം സെറ്റ് നടത്തിക്കൊണ്ട് പോകാനുള്ള ചിലവെന്നൊക്കെ ആ രീതിയിൽ എക്സാജറേറ്റഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കുറവായതാണോ അതോ ഓഡിയൻസ് നല്ലതായതാണോ?
ഓഡിയൻസിനെ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യാണല്ലോ. ഇപ്പോൾ ഒരു കണ്ടൻറ്റ് കൊടുക്കും. ഇപ്പോൾ പേട്രിയറ്റിലോട്ട് വരുമ്പോൾ പേട്രിയറ്റിൻ്റെ കണ്ടൻറ്റ് കൊടുക്കുന്ന സമയത്ത് ദേ ഹാവ് എൻ എക്സ്പെക്ടേഷൻ, സെറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ. അതിനെ ബ്രേക്ക് ചെയ്തൊരു കണ്ടൻറ്റ് കൊടുക്കുകയാണ്. സോ ആ ബ്രേക്ക് ചെയ്ത് കണ്ടൻറ്റ് കൊടുക്കുമ്പോഴാണ് അവർ നോക്കുന്നത്, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല, വേറെന്തോ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാമെന്ന് ചിന്തിച്ച് കുറച്ച് പേര് തിയേറ്ററിലോട്ട് വരുമ്പം ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് thing which creates another kind of an energy for another set of people to make content like that. അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം ഞാൻ എൻ്റെ ഫിലിമോഗ്രാഫിയിൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഒരുപാട് ആൾക്കാർ കാണാൻ താല്പര്യപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് there is enough appreciation getting from people, because സ്ക്രീൻ എന്നുള്ള സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് അവരതിൻ്റെ ഇമോഷനിലേക്കാണ് കൂടുതലും ശ്രദ്ധിച്ചൊക്കെ പോയി തുടങ്ങുന്നത്. സോ എനിക്ക് അതിനകത്തൊന്നും എനിക്ക് അങ്ങനെ തർക്കമൊന്നും, ലൈക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ ആ കണ്ടൻറ്റ് അത് പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാക്ക് ഫെയർ ചെയ്യും, മിസ്ഫെയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പക്ഷേ അങ്ങനെ ഡയറിങ് ആയിട്ട് എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി ഫിലിം മേക്കേഴ്സ് ഉണ്ട് ഹു ഗോ വെരി എക്സ്പെരിമെൻ്റൽ ആൻഡ് ലേറ്റർ പിന്നീട് ആ സിനിമകളൊക്കെ പിന്നീട് കൾട്ടാണെന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കരമായൊരു അതിശക്തമായൊരു കോമ്പിനേഷൻ ആണല്ലേ. നല്ല ഫിലിം മേക്കേഴ്സും വേണം, നല്ല ഓഡിയൻസും വേണം, എന്നാൽ അതിൻ്റെ എക്കണോമിക്സ് വർക്കും ആവണം. എല്ലാം കൂടി സംഭവിക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന ഒരു പ്രതിഭാസമാണെന്നാണ്. പിന്നെ സിനിമ അങ്ങനെ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഗാംബ്ലിങ് പോലെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ കറക്റ്റായിട്ട് ലാൻഡ് ആവും, ചിലപ്പോൾ ചില സിനിമകൾ റിലീസിൻ്റെ സമയം പ്രശ്നം ഉണ്ടാവും, ചില സമയത്ത് പ്രീ ബിസിനസ് നടക്കാതെ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം എല്ലാം കൺസിഡർ ചെയ്തിട്ടാണല്ലോ ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ഭയങ്കര അല്ല, ആ ഗാംബ്ലിങ്ങിനെ പറ്റി പറയുമ്പോഴാണ് ഇപ്പോൾ 2024 ഇറങ്ങിയ 204 സിനിമകൾ ഇറങ്ങിയതിൽ നിയർലി 90% പൈസ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. നിയർലി 600-700 കോടിയാണ് ടോട്ടൽ നഷ്ടപ്പെട്ട പൈസ. അതായത് വിൻ റേറ്റ് എന്ന് പറയുന്നത് 10% താഴെ ഉള്ളൂ. അപ്പോൾ ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഗാംബ്ലിംഗ് ആണ് എന്ന് കാണുന്ന രീതിയിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ മലയാള സിനിമ വളരെ നല്ല സ്ഥലത്ത് നിൽക്കുന്നു, നല്ല ജെംസ് ഉണ്ടാകപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഫ്യൂ എമംഗ് a lot of movies which are getting made. അപ്പോൾ വേറെ കുറെ മോശം സിനിമകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? ആരുടെ പൈസയാണ് നഷ്ടപ്പെടുന്നത്? മോശം സിനിമ ഉണ്ടാക്കാൻ വേണ്ടി സിനിമ ഉണ്ടാക്കുന്നില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സിനിമ ഉണ്ടാക്കുകയാണ്. എന്നാലും ഈ എക്കണോമിക്കലി പൈസ ഇത്രയും നഷ്ടം വരുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് വരുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് POV ആണ് മൂവി ഇൻഡസ്ട്രീനെ പറ്റി തരുന്നത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കാര്യമായി മാറിയാലല്ലേ നെറ്റ് ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു രീതിയിലേക്ക് ഇൻഡസ്ട്രി എന്ന് എത്തുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് ഏത് ഇൻഡസ്ട്രി എത്തുന്നത്? ഹോളിവുഡ് എത്തുന്നുണ്ടോ? അത് ശരി. എവിടെ എത്തുന്നില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ഓസ്കാർ കിട്ടിയ പടമാണ്. പക്ഷേ ടെക്നിക്കലി അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ അവരുടെ കാഴ്ചപ്പാടുള്ളത് ലോസാണ്. ശരി. അല്ല, ഇത് പറയുമ്പോഴാണ് ഭയങ്കര രസകരമായ കാര്യം. ഈ സിനിമ എല്ലാം കാണിക്കുന്ന PVR INOX എന്ന കമ്പനി വർഷങ്ങളായിട്ട് നഷ്ടത്തിലാണ്. അപ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയിൽ ഉള്ളവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വേരീസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫിഗർ ഉണ്ടാവണം. അത് ആ ഫിഗറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് സിനിമ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളെല്ലാം ടാലി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒരു സക്സസ്സിലേക്ക് എത്തി, ഈ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിലേക്ക് എത്തി, അപ്പോൾ കുറേ വേൾഡ്ലി വിസ്ഡം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 22-25 വയസ്സുള്ള യങ്ങർ സെൽഫിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അഡ്വൈസ് എന്താണ്? യു ബി ട്രൂ ടു യുവർ സെൽഫ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് പലതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മൾ അതാണോ ചെയ്യേണ്ടത്, നമ്മൾ ഇതാണോ ചെയ്യേണ്ടത്, ഈ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്, ഇന്നത്തെ ആൾക്കാർ കുറേ കൂടെ അവർക്ക് കരിയർ ഫോക്കസ്ഡും ആണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉറക്കം എല്ലാം കറക്റ്റായിട്ട് അവർ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ തുടങ്ങിയ സമയത്തൊന്നും, ഇപ്പോഴും അങ്ങനെയല്ല കേട്ടോ, ശീലങ്ങൾ അല്ലേ? അത് നമ്മൾ കാരണം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആൾക്കാരത് വളരെ കൃത്യമായിട്ട് ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര മണിക്കൂർ ഫിറ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ. അപ്പോൾ അതുകൊണ്ട് അവരെന്താണോ അവരതുപോലെ ഇരിക്കുക. കാരണം അതിനെ മാറ്റാനായിട്ട് പല രീതിയിലും ശ്രമങ്ങളുണ്ടാവും, ചിലപ്പോൾ പലതരത്തിലുള്ള പ്രഷറുണ്ടാവും. അതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾ അതുപോലെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ വാട്ട് ഈസ് സക്സസ് ടു യു നൗ? സക്സസ് ഈസ് വാട്ട് മാൻ? സക്സസ് ഈസ് സംതിങ് വിച്ച് ഇസ് എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫലം കിട്ടുന്ന സമയത്താണ് നമുക്ക് സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിന്
ഒരു കൃത്യമായ ഔട്ട്പുട്ട്, കൃത്യമായ, ഇപ്പം ഞാനൊരു ഫിലിം മേക്കറാണ്, ഞാൻ ചെയ്യുന്ന ഫിലിമിന് ഞാൻ ആഗ്രഹിച്ച ഓഡിയൻസിലേക്ക് ആ സിനിമ എത്തുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സക്സസ്. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും നമ്മളങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആഗ്രഹിച്ച അല്ലെങ്കിൽ ആ ട്രൂ ടു യുവർ സെൽഫിലെ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ചെയ്ത് അത് നടന്നു എന്ന് കണ്ടാൽ അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ കലർപ്പില്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പം PTനകത്ത് ഡാനിയൽ പറയുന്നൊരു ലൈനുണ്ട്, ഇപ്പം ഞാൻ ഇത്രയും വർഷം ഒരു ഓർഗനൈസേഷന് വേണ്ടി കലർപ്പില്ലാതെ പണിയെടുത്തിട്ടും എനിക്ക് വന്ന കോൺസിക്വൻസസ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, അപ്പം പുള്ളിക്ക് അതുകൊണ്ടാണ് വേറൊരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു മാറ്റത്തിലേക്ക് തിരിയാനായിട്ട് തോന്നുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇങ്ങനെ ഉൾവിളി ഉണ്ടാവും, എന്തെങ്കിലും ഞാൻ ഇതിൽ നിന്ന് ലിബറേറ്റഡ് ആയിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു ഉൾവിളി എല്ലാവർക്കും ഉണ്ടാവും. കാരണം പലരും ചെയിൻഡാണ്, പലതരത്തിലും ചെയിൻഡാണ് അല്ലേ? അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റിയ സാധനമാണ്. അപ്പോൾ പോകും എന്നുള്ള സംഭവം സംഭവിക്കുമ്പോൾ താങ്കൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് കരിയറിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ട് ആദ്യത്തെ 11 years ഇങ്ങനെ ഒരു പയ്യെ ഗ്രാഫ് കയറി ഡയറക്ടർ ആയപ്പോൾ അതൊന്ന് എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യാൻ തുടങ്ങി. എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്തത് ഇങ്ങനെ നല്ലൊരു കർവിൽ എത്തി നിൽക്കുകയാണ്. കാരണം വളരെ വലിയൊരു പീക്കിലാണ് എത്തി നിൽക്കുന്നത്. യു ആർ ബീങ് വെരി ഹംബിൾ അബൌട്ട് ഇറ്റ്. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുള്ള പലരും ആഗ്രഹിക്കുന്ന മലയാള സിനിമ സ്വപ്നം കണ്ട പോലത്തെ ഒരു പ്രൊജക്റ്റാണ് ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയൊരു പീക്കിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്ത് എന്നുള്ളത് വലിയൊരു പ്രഷർ തരുന്ന ഒരു സംഭവമാണോ, അതിൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്? അല്ല, പ്രഷർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ യു ആർ ഓൾവേസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം ഇൻ സിനിമ. പഴയ ഗ്രാഫിനൊന്നും പ്രസക്തിയില്ല. ഒരു പ്രസക്തിയില്ല. അപ്പോൾ എന്താണ് വാട്ട്സ് നെക്സ്റ്റ്? അത് സ്റ്റിൽ ഐ എം സെർച്ചിങ് ഫോർ ഇറ്റ്, ഫിഗറിങ് ഔട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇനി ഏത് വർഷം എന്ത് വരും, അതെന്തായിരിക്കും, അതിന്റെ ക്യാൻവാസ് എന്താണ്, ഒന്നും എനിക്കറിയില്ല. തിരിച്ചറിയിപ്പ് പോലെയുള്ള ഒരു സംഭവം ഒന്നും എനിക്കറിയില്ല. നൈസ്. അപ്പോൾ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരു 20-30 വർഷങ്ങൾക്ക് ശേഷം താങ്കളുടെ പേര് കേൾക്കുമ്പോൾ ആൾക്കാർ വാട്ട് ഡു യു വാണ്ട് ദം ടു തിങ്ക് ഓഫ് യു? ഐ ഡോണ്ട് നോ, ലൈക്ക് ദേ ഷുഡ് നോ മീ അബൌട്ട് മൈ ഫിലിംസ്, ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് സിനിമ കണ്ടിരുന്നു, സിനിമ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തി എന്നറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ മിഡ് സ്ട്രീം മൂവീസ് ഡയറക്ടർ, ഫുൾ സ്റ്റാക്ക് മൂവി മേക്കർ, ഫിലിം മേക്കർ ആയിട്ട് അല്ല. ഞാൻ പറയുന്നത് സിനിമ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന സിനിമയ്ക്ക് ഇന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ നമുക്കുണ്ടല്ലോ. ആ അപ്രീസിയേഷൻ നമുക്ക് കുറച്ചുകൂടെ ആ സിനിമ ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചിലർ വിളിച്ച് പറഞ്ഞു ഇപ്പം ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ സിനിമ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഓക്കെ, ലാസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്, ഓക്കെ മതി. അല്ലാതെ നാളെ മറന്നു പോകുന്ന സിനിമ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ല, അത് തന്നെയാണ് ഞാൻ കാണുന്നതും, അതാണ് ഞാൻ പ്രതീക്ഷിച്ചതും. അതായത് ഈ റിയൽ ഇൻസിഡൻസും റിയൽ സ്റ്റോറീസും എടുത്തിട്ട് നാട്ടിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമകളാണ് താങ്കൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം, അല്ലെങ്കിൽ ദാറ്റ്സ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. ഇപ്പോൾ നമ്മൾ പെഡ്രിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് അതിന് ആ ഒരു വിഷയത്തിന് ഇന്ന് നാട്ടിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉള്ളത്, ആൾക്കാർ എങ്ങനെ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം, അപ്പോൾ അതിലേക്ക് എങ്ങനെ ഈ ഫിലിം എന്ന ആർട്ട് ഫോമിലൂടെ അത് ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു കൾച്ചറൽ ഇമ്പാക്ട് ഉണ്ടാക്കാം എന്നുള്ളത് ഐ കുഡ് സീ ദാറ്റ് പാഷൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് മുന്നിലേക്കും ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇസ് വാട്ട് വിൽ ഹാപ്പൻ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് അഗൈൻ നമ്മൾ പല വലിയ പുതിയ തുടക്കങ്ങളുടെ വേവുകളുടെ തുടക്കങ്ങളെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇത് ഒരു തുടക്കമാണെന്ന് മാത്രം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും വലിയ കാര്യങ്ങൾ വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഷാരിഖ്. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ഓൺ അതിശക്തം പോഡ്കാസ്റ്റ്.